ഹലോ, ലൈവിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്നിവിടം വരെ വരൂ. ആരും ഞായറാഴ്ചയായിട്ട് ആരുമില്ലേ? ഒരാൾ വന്നു, 3 പേര് വന്നു. ആരൊക്കെയാണ്? പെട്ടെന്ന് വരൂ. നമുക്കിന്ന് കുറേ കഥകൾ പറയാനുണ്ട്. ഒരു ഗ്രൂപ്പിസത്തിൻ്റെ കഥയാണ് പറയാനുള്ളത്. എന്നെ സംബന്ധിക്കുന്ന ഒരു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കുറേ കഥകൾ പറയാനുണ്ട്. പോന്നോട്ടെ. കുറച്ച് പേര് വരട്ടെ, എന്നിട്ട് സംസാരിച്ചു തുടങ്ങും. ഓക്കെ, അതുല്യ തോമസ്, കഥകളൊന്ന് വേഗം പറയാമോ? ആകെ 10 പേരെ കാണുന്നുള്ളൂ. കഥകളൊന്നും വേഗമൊന്നും പറയാൻ പറ്റുന്നില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു രീതിയുണ്ട്. ആ രീതിയിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി വേഗം കേൾക്കണമെന്നുള്ള ഒരു സ്പീഡുള്ളവർക്കിടെ അടുത്തേക്ക് പോവുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഈ കഥകൾ കേൾക്കണം എന്ന് നിർബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ പൊക്കോളൂ. ഇവിടെ ആരെയും പിടിച്ചു നിർത്തുന്നില്ല. കാരണം എൻ്റെ അടുത്ത് നിന്ന് കുറേ ആൾക്കാരെ വിടുവിക്കാൻ വേണ്ടിയിട്ട് ചിലർ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പെട്ടെന്നൊന്ന് മറ്റുള്ള എന്നെങ്ങനെ എൻ്റെ ആൾക്കാരെ മാറ്റാനായിട്ട് ശ്രമിക്കുന്നവരുടെ അടുത്തേക്ക് പോകൂ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും പറയാനില്ല. നിൽക്കേണ്ടവർ നിൽക്കുക, പോകേണ്ടവർ പോവുക. നമ്മൾ പറയാനുള്ളത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. അതുല്യ തോമസിനോടാണ് പറയുന്നത്. എൻ്റെ സംസാര ശൈലി ഇങ്ങനെയാണ്. ഇത് കേൾക്കാൻ ഇഷ്ടമുള്ളവർ ഇവിടെ നിൽക്കുക, അല്ലാത്തവർക്ക് പോകാം. കുറച്ചാളുകളൊക്കെ നമ്മുടെ ലൈവിൽ ഉണ്ടാവുള്ളൂ, പക്ഷെ അതൊരു കുറവായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം അത്രയെങ്കിലും എന്നെ കേൾക്കാൻ ആൾക്കാർ ഉണ്ടല്ലോ എന്നാണ് ഞാൻ കരുതുന്നത്. പലരും എന്നെ വെല്ലുവിളിക്കുന്നുണ്ട്. ചില മാമി വന്നിട്ട് പറയുന്നുണ്ട്, എന്താണ് ലൈക്കും ഷെയറും കുറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ലൈക്കും ഷെയറും കുറഞ്ഞോട്ടെ, എനിക്കില്ലാത്ത വേദന എന്തിനാ മാമി നിങ്ങൾക്ക്? നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? എനിക്ക് വിഷമവും ഇല്ല, എനിക്കത്ര മതി. കൂടുതൽ എനിക്ക് വേണ്ട, ഞാൻ തീരുമാനിച്ചു. പിന്നെ ഒരു 2 പേര് എൻ്റെ വീഡിയോ ഷെയർ ചെയ്തത് കൊണ്ടാണോ ഞാൻ ഇവിടെ എത്തിയത്? എത്ര മാസമായി പരിചയപ്പെട്ടിട്ട്? 1 മാസം. അപ്പോൾ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങളാണോ ഷെയർ ചെയ്തത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതിനു മുമ്പ് നിങ്ങളുടെ ഈ വേണ്ടാത്ത കൂട്ടുകെട്ടിൽ ചെന്ന് ചാടിയ പിന്നെയാണ് എനിക്ക് ഇതുപോലത്തെ ഗതികേട് ഉണ്ടായത് എന്ന് ഞാൻ പറയുകയാണ്. കാരണം എന്താണെന്നറിയോ? ഈ നശിച്ച കൂട്ടുകെട്ടിൽ ചെന്ന് ചാടിയപ്പോഴാണ് അത് വേണ്ടായിരുന്നു. ആ നിമിഷത്തെ ഞാൻ ശപിക്കുന്നു. കുറേ നാൾക്ക് ശേഷം എനിക്ക് പറ്റിയൊരു പറ്റാണത്. അത് ഒരു പറ്റുള്ളൂ, പിന്നെ പറ്റൂല. അപ്പം ഈ ഒരു കുടുംബമാകുമ്പോൾ ഒരു 3-4-5 പേരുള്ള ഒരു ഇതാണെന്ന് വെച്ചോ, ഗ്രൂപ്പാണെന്ന് വെച്ചോ. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ, ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കുടുംബമായിട്ട് എടുക്കാം. അപ്പോൾ ഈ കുടുംബത്തിലുള്ള ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കുന്ന പണി ചെയ്താൽ എന്തു ചെയ്യണം? നിങ്ങൾ പറയും. നിങ്ങൾ കുറേ കഥകൾ ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു നാണയത്തിന് 2 വശമുണ്ട്. ഇത് ഒരു വശം മാത്രമാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്കും അതിൻ്റെ ഒരു അപ്പുറത്തെ വശം പറയാനില്ലേ? പക്ഷേ ഞാനത് ഒറ്റയടിക്ക് പറയുന്നില്ല. നമ്മൾ കുറേശ്ശെ ഈ മെഗാ സീരിയൽ പോലെ കുറേശ്ശെ എപ്പിസോഡുകളായിട്ട് നമ്മൾ പറയും. അതിൽ എൻ്റെ ഒരു ചാറ്റുണ്ട്. അതിൻ്റെ സത്യസന്ധമായ കഥ ഞാൻ പറഞ്ഞിരിക്കും. അത് വെച്ചിട്ടാണല്ലോ കളിക്കുന്നത്. കളിക്കട്ടെ, പോകുന്നിടത്തോളം പോകട്ടെ. അപ്പോൾ എന്താണ് ഈ ഗ്രൂപ്പിൽ സംഭവിച്ചത് എന്ന് നിങ്ങളും കൂടി അറിയണം. കുറേ കഥ അറിയാതെ ആട്ടം കാണുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അവരോടാണ് എനിക്ക് പറയാനുള്ളത്.
ഇത് നമ്മുടെ നിലപാടിൻ്റെയോ ഒന്നിൻ്റെയും പ്രശ്നമല്ല, തികച്ചും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതാണ് ഇപ്പം എൻ്റെ നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ നേരെ വന്നതിനോട് മറുപടി പറയേണ്ട ഒരു ചുമതല എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്കത് മറുപടി പറയാണ്ട് വിടാൻ പറ്റുകയില്ല. ആര് ഏത് മാമിമാരും എവിടെ കിടന്ന് കുരച്ചാലും എനിക്കൊരു ചുക്കുമില്ല. കാര്യം എന്താണെന്നറിയോ? തെറ്റ് ചെയ്തിട്ടില്ല. ലസിത പാലക്കൽ, ഇന്ന് ഞാൻ വ്യക്തമായിട്ട് പേരെടുത്ത് പറയാണ്, ലസിതയുടെ കാര്യത്തിൽ ഞാൻ ഒരു തെറ്റ് ചെയ്തു. അതുകൊണ്ട് ഞാൻ ലേശം ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. ആ തെറ്റ് എന്താണെന്ന് നിങ്ങളിൽ പലർക്കും അറിയാം. കാരണം മറ്റൊരാളുടെ മോർഫ് ചെയ്തിട്ടുള്ള ലസിതയും നമ്മുടെ അറിയാലോ. അപ്പം ആ ഒരു മോർഫ് ചെയ്തിട്ടുള്ള ഒരു പിക്ചർ അത് ഞാൻ ചെയ്തതല്ല. അത് ഞാൻ പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു മോർഫ് ചെയ്ത സംഭവം എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? പോസ്റ്റ് ചെയ്ത് മാത്രമല്ല, ഞാൻ റീൽസിലിട്ടു, എൻ്റെ സ്റ്റോറിയിലേക്കും ഞാൻ പോസ്റ്റ്. അപ്പം ഞാൻ ചെയ്തത് തെണ്ടിത്തരാണോ തെറ്റാണോ നിങ്ങൾ പറയേ? അപ്പം തെണ്ടിത്തരവും തെറ്റും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തു വേണം? കേസെന്ന് കേൾക്കുമ്പോൾ ആരായാലും പേടിക്കും. ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ നോക്കിയേ, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് നിൽക്കാം. ഇവിടെ എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് എനിക്ക് 100% ശരി ഉറപ്പാണ്. പിന്നെ ഞാൻ പുട്ടിയടിക്കുന്നതിനെ പറ്റി പറയുന്നു. ഈ പുട്ടിയടിക്കുന്നത് ഇപ്പോൾ ഈ ലോകത്ത് ഞാൻ മാത്രമല്ലല്ലോ. ഈ പറയുന്ന മാമി ഫുൾ പുട്ടിയാണ്, വച്ച് കെട്ടും. പോരാത്തതിന് വച്ച് കെട്ടും. നമുക്ക് വച്ച് കെട്ടൊന്നുമില്ല, ഒരു വച്ച് കെട്ടും ഇല്ല. പിന്നെ മുഖത്ത് ഇത്തിരി പുട്ടിയടിക്കാത്ത പെണ്ണുങ്ങൾ ആരുമില്ല. അതിൻ്റെ ഏറ്റവും കൂടുതൽ പുട്ടി വാരി പൊത്തണത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ല. അപ്പോൾ അവർക്കൊന്നും എന്നെ പറയാനുള്ള യാതൊരുവിധ യോഗ്യതയും ഇല്ല എന്ന് തന്നെ പറയാണ്. ഇതിൽ വന്നിരുന്ന് ഞാൻ പറയുന്നില്ല എന്നാണല്ലോ വിഷമം മുഴുവൻ. പറയാണ്, ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. എന്താണ് ഈ ഗ്രൂപ്പിൽ നടന്നതെന്ന് നിങ്ങളും കൂടി അറിയണം. എനിക്കെന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഞാൻ പിന്തിരിഞ്ഞു പോകുന്നത് എന്നും കൂടി നിങ്ങളറിയണം. കുറേ സ്റ്റോറിയൊക്കെ ചിലർ വന്ന് ഉണ്ടാക്കി പറയുന്ന കേട്ടായിരുന്നു. അതൊന്നും യാഥാർത്ഥ്യമല്ല. യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയും. ഇന്ന് തുടങ്ങി നിങ്ങൾക്ക് കേൾക്കാം. പിന്നെ എനിക്ക് ഇത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ വ്യക്തിപരമായിട്ട് എൻ്റെ നേരെ വരുന്ന കാര്യങ്ങളെ ഫേസ് ചെയ്യുക എന്നുള്ളത് എനിക്ക് ചെയ്യണം. കാരണം അതിൽ നിന്ന് ഒളിച്ചോടി പോണതല്ല എൻ്റെ ആ ഒരു ഇത്. ഒരു മിനിറ്റ്. അപ്പോൾ പ്രൈവസി ഇല്ല, പ്രൈവസിയിലേക്ക് മാറിയിരുന്നതാണ്. പ്രൈവസി വേണം, പ്രൈവസി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്നെ കാണാവോ? ഓക്കെ. നിങ്ങൾ പറയുന്നതൊന്നല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊന്നും ഒരു കുന്തം അറിയില്ല എന്ന് തന്നെ ഞാൻ പറയും. നിങ്ങൾക്ക് എന്താണ് ഈ ട്രൂപ്പിൻ്റെ? ചിലർ ഇവിടെ വന്ന് ഇതിടും, കമൻ്റ് ഇടും, അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് പോയി കമൻ്റ് ഇടും. അങ്ങനെ എഴുതിയിൽ എണ്ണ ഒഴിക്കാൻ നടക്കുന്ന ചിലരുണ്ട്. അവരൊന്നല്ല ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. എനിക്കറിയാം അതിൻ്റെ ഉള്ളിൽ എന്താ സംഭവിച്ചേക്കണേന്ന്. അപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ പറയുക എന്നത് ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല. അത് നമുക്ക് പറഞ്ഞേ പറ്റുള്ളൂ. അത് പറയണം, അതാണ് വേണ്ടത്. ഞാൻ മിണ്ടാതിരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഇവർക്കൊന്നും പറയാൻ വിഷയങ്ങളില്ലാഞ്ഞിട്ട് എടുത്തുകൊണ്ട് വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എന്തുകൊണ്ട് മറ്റുള്ള ആൾക്കാർക്കിടെ പുറകെ പോകുന്നില്ല? ഒരു സ്ഥലത്തും ഒന്നും, എല്ലാ വലിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഓടിച്ചു വിട്ട്, അറിയാലോ അമൃതയുടെയും അഭിരാമിയുടെയൊക്കെ കാര്യത്തിൽ നമ്മൾ ഞാൻ കണ്ടുകൊണ്ടിരുന്നതാ സത്യം. പോസ്റ്റ് വീഡിയോ ഇട്ടിട്ട് നിമിഷങ്ങൾക്കുള്ളിൽ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അറിയോ? ഇതൊക്കെ നമുക്കറിയാം. ആരാണ്ട് എന്തോ പോസ്റ്റ് ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് അതിനെതിരെ പൊക്കി പിടിച്ചും കൊണ്ട്, എന്നാൽ നിങ്ങൾ നാട്ടുകാർ കേസ് കൊടുക്കുക. എന്തിനാ നാട്ടുകാർ കേസ് കൊടുക്കുന്നത്? നമ്മുടെ പേരിൽ തെറ്റിയില്ലെങ്കിൽ നമ്മളാണ് സ്വന്തമായിട്ട് അതിനെതിരെ പരാതിയായിട്ട് പോകേണ്ടത്. പോകാനുള്ള ധൈര്യം വേണം, ചങ്കുറപ്പും വേണം.
അതെ, ഒരു പെണ്ണായി കഴിഞ്ഞാൽ സ്വന്തം പേരിൽ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പോലീസിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള ആ ഒരു ധൈര്യം വേണം. ഞാൻ ചെയ്തു. എവിടെ ചെയ്തു? ഞാൻ നമ്മുടെ തൃശ്ശൂർ വനിതാ സെല്ലിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ വിളിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് ആ അധികാരികളെ ആരോ എന്തിനോ അത് കഴിഞ്ഞിട്ട് സൈബർ സെല്ലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മറ്റാരെ കൊണ്ടോ വിളിപ്പിച്ചതാണ്. അധികാരികൾ സംസാരിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ പേരും പറഞ്ഞിട്ടാണല്ലോ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത്. ആരെങ്കിലും ഇതിന് എത്തി നോക്കാൻ പോകുന്നുണ്ടോ? ആർക്കും വേണ്ടാത്ത ഒരു സാധനത്തിന് എടുത്തോ? ഞാൻ അതിൻ്റെ പുറകെ ഒന്നും വരുന്നില്ല. കാരണം ഈ ചാറ്റിങ്ങിൽ ഉണ്ടായപ്പോൾ ഒരു ഇതാണ്. അപ്പം അത് നമുക്കതിൻ്റെ ആവശ്യമില്ല. കാരണം ഞാനിപ്പോൾ അതിനെ കുറിച്ചോർത്തിട്ട് അയ്യേ ഇതിനായിരുന്ന എന്നാണ് വിചാരിക്കുന്നത്. എന്താണെന്നറിയോ? സത്യം പറഞ്ഞാൽ നമ്മുടെ ടൈം നമ്മൾ വേസ്റ്റ് ചെയ്ത പോലെയാണ്. കുറേ കഥകളൊക്കെ നിങ്ങൾ കേട്ടു. ഇനി എനിക്ക് പറയാനുള്ളത് കൂടി നിങ്ങൾ കേൾക്കണം. നിങ്ങൾ ആര് നിന്നാലും പോയാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. പലരും നിങ്ങളെ എൻ്റെ അടുത്തുനിന്ന് മാറ്റി വിടാനായിട്ട് ഒരുപാട് ശ്രമിച്ചോട്ടെ. എൻ്റെ മാക്സിമം അവർ ശ്രമിക്കണം. എന്തുകൊണ്ടാണ് അവർ എൻ്റെ നേരെ തന്നെ വരുന്നത്? അവർക്ക് പോകാൻ വേറെ ഇടവുമില്ല. എൻ്റെ പുറകെ പിടിച്ചിട്ട് എൻ്റെയും ലസിതയുടെയും പേര് ചേർത്ത് ഇപ്പോൾ പിടിച്ചാലാണ് റീച്ച് ഉണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു കുന്തവും ഇവിടെ ഇല്ല, പറയാനൊന്നുമില്ല. അതാണ് ഇപ്പോൾ വീണ്ടും മാമി എൻ്റെ പുറകെ വരുന്നത്. വരട്ടെ. എന്തുകൊണ്ട് എനിക്കെതിരെ ഇട്ട 2 പോസ്റ്റുകൾ അന്ന് ഡിലീറ്റാക്കിയല്ലോ? അതെന്തുകൊണ്ടാണ്? എന്താ ഇത്രയും വലിയതുള്ള മാമി എന്തിനാ എന്നെ ഈ വോയിസ് ക്ലിപ്പിൻ്റെ പേരും പറഞ്ഞിട്ട് എനിക്കെതിരെ ഇട്ട പോസ്റ്റ് മാമി ഡിലീറ്റ് ചെയ്തല്ലോ? അതെന്തിനായിരുന്നു? ഞാൻ ഇന്ന് ധൈര്യപൂർവ്വം വന്ന് ഇവിടെ നിന്ന് തുറന്നു പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതും കൂടി മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും പണി കിട്ടും. അതുകൊണ്ട് നമ്മൾ വാക്കുകൾ അളന്ന് മുറിച്ച് ഉപയോഗിക്കത്തുള്ളൂ. എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇപ്പം എൻ്റെ പേര് പറയുന്നില്ലല്ലോ. മാമി എന്ന് വിളിച്ചത് ഞാനാണ്. അതെടുത്തിട്ട് എനിക്കിട്ട് വിളിക്കുന്നു. എന്തോ നടേ ഇത്. പിന്നെ ലസിതയുടെ കാര്യത്തിൽ ലസിതയും ഞാൻ പോസ്റ്റ് ഇട്ടു. ഉറപ്പായിട്ടും പോസ്റ്റ് ഇടും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഞാനവിടെ തെറ്റ് ചെയ്തേക്കാം. ഇവർക്കിടെ കാര്യമാണ് നോക്കുന്നത്. ഈ ഗ്രൂപ്പിലുള്ള കളികൾ നിങ്ങളറിയണം. ഞാൻ പറഞ്ഞുതരാം. ഈ ഗ്രൂപ്പിലുള്ള കളികൾ എന്തൊക്കെ ഈ ലസിതയ്ക്കെതിരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്ക് എന്താണ് അവിടെ ഉണ്ടായ അനുഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. പോരെ? എന്തുകൊണ്ടാണ് കട്ടച്ചങ്കുകളായിട്ട് നിന്ന ഞാൻ അവിടെ നിന്ന് എന്തുകൊണ്ടാണ് പിന്തിരിഞ്ഞു വന്നത്? ഒരു ഉണക്ക മാന്തളിര്, ഈ ചെമ്മീനുണ്ടല്ലോ, ഈ ചെമ്മീൻ ചൂടായ എന്ത് സംഭവിക്കും? വളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ ഇരിക്കും, കൊഞ്ച് വളഞ്ഞിരിക്കണ പോലെ. ഈ കൊഞ്ച് വളഞ്ഞിരിക്കണമെങ്കിൽ ഒരു ഇതുപോലത്തെ എനിക്ക് തന്നെ അയ്യിടാന്നായിപ്പോയി. കാരണം ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിലത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനലിന് റീച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, എൻ്റെ വീഡിയോ അത് മാത്രമാണ് ഞാൻ ആകെ ചോദിച്ചിട്ടുള്ളൊരു സംഭവം. എൻ്റെ വീഡിയോ ഒന്ന് ഈ കമ്മ്യൂണിറ്റി ടാബിലൊന്ന് ഷെയർ ചെയ്യുമോ ചോദിച്ചു. 1-2 വീഡിയോകൾ ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ നിന്നിട്ട് പാര കിട്ടാൻ തുടങ്ങി. ഇപ്പം നമ്മൾ ചോറുണ്ണുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്കത് മനസ്സിലാവുകയും ചെയ്തു. നമ്മളതിൽ നിന്ന് പിന്തിരിഞ്ഞു പോന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ഇവർക്ക് അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ എന്തിനാണ് നമ്മുടെ പിന്നാലെ വിടാതെ പിടിച്ചിരിക്കുന്നത്? ഞാനെന്തോ വീഡിയോയിൽ തെറ്റ് പറഞ്ഞു. മനുഷ്യനാണ്, തെറ്റുകൾ സംഭവിക്കും. അതൊന്നും വലിയ ആനക്കാരിയാക്കി കൊണ്ടുവരേണ്ട ഒരു കാര്യവും ഇല്ല. പലതും ഇങ്ങനെ പറയുമ്പോൾ തെറ്റുകൾ ആർക്കായാലും, ഇത്ര വലിയ ആൾക്കായാലും സംഭവിക്കും. അതൊന്നും എൻ്റെ നിലപാടിനെ ബാധിക്കുന്ന കേസുകളല്ല. നിലപാടും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഈ ഒരു കാര്യമായിട്ട്
ഈ നിലപാടിന് ഒരു ബന്ധവുമില്ലാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇതിന് മറുപടി പറയാൻ ബാധ്യസ്ഥയാണ്. അപ്പോൾ മറുപടി പറയുമ്പോൾ മറ്റുള്ളവർ ആ ഒരു രീതിയിൽ കാണാൻ ബോധമുള്ളവർ കാണുക, അല്ലാത്തവർ പോവുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ അവിടെ ഇരുന്ന് നിങ്ങളാരും ലൈക്ക് ചെയ്യരുത്, ഷെയർ ചെയ്യരുത്, വ്യൂ കൊടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? എനിക്ക് ചിലപ്പോൾ തുച്ഛമായിട്ടുള്ള സംഭവമായിരിക്കും കിട്ടുന്നത്. അത് എനിക്കുള്ളത് തന്നെയാണ്. എന്താ ഈ ഒരു വാചകം കേട്ടിട്ടില്ലേ, എന്ത് സീസറിനുള്ളത് സീസറിനും, അങ്ങനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് സംഭവം. അപ്പം അതൊന്നും ആരിരുന്ന് കുറച്ചാലും, ഏത് മാമി ഇരുന്ന് കുറച്ചാലും അതൊന്നും ഇല്ലാതാക്കാൻ കഴിയില്ല. മാക്സിമം നിങ്ങൾ ശ്രമിച്ചോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും കഴിവിനനുസരിച്ച് ചെയ്തോ, വേണ്ടാന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ചാഞ്ഞാടുന്ന രീതിയൊന്നുമല്ല. ഞാൻ അതിൽ പോരാൻ കാരണമുണ്ട്. ഇവിടെ ആരും ചാഞ്ചാടിയിട്ടില്ല. ആരാ ചാഞ്ചാടിയേ? ഒരാളിവിടെ ചാഞ്ചാടിയിട്ടില്ല. നിങ്ങൾക്ക് എന്തറിയാം? നാസറിന് എന്തറിയാം? നാസർ മുഹമ്മദിന് എന്തറിയാം ഈ ഒരു നടന്ന വിഷയത്തെ പറ്റിയിട്ട്? ഒന്നും അറിയില്ല. ഒന്നും അറിയാതെ സംസാരിക്കരുത്. അതാണ് കഥ അറിയാതെ ആട്ടം കാണുക എന്നൊരു സംഭവമാണ്. അപ്പം അത് അങ്ങനെ കഥ അറിഞ്ഞിട്ട് ആട്ടം കാണുക കേട്ടോ. അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് പോരാനുണ്ടായ കാരണങ്ങളൊക്കെ ഞാൻ പിന്നീട് വഴിയേ പറയാം. അതിനു മുമ്പ് എനിക്ക് ചെയ്തു തീർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ പുറകെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നിയമ നടപടികളായിട്ട് തന്നെ മുന്നോട്ട് പോകും. അതിനായിട്ട് പോലീസ് സ്റ്റേഷനൊന്നും നമുക്ക് വാടകയ്ക്ക് എടുക്കേണ്ടയോ അതിൻ്റെ മുറ്റത്ത് പോയി താമസിക്കേണ്ടയോ ഒന്നും ഒരാവശ്യമില്ല. നമുക്കിവിടെ കേരളത്തിൽ ഇഷ്ടം പോലെ പോലീസ് സ്റ്റേഷനുകളുണ്ട്. അപ്പോൾ കേരളത്തിൽ താമസിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എവിടെയും വേണമെങ്കിലും കേസ് കൊടുക്കാം. അതൊന്നും ഒരു ഇതല്ല. അപ്പോൾ ഇത് ഈ യൂട്യൂബ് ചാനലിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് എനിക്കിട്ട് പണിയാണ്. പിന്നെ അങ്ങോട്ട് എനിക്കിട്ട് പണിയോട് പണി. അതിൻ്റെ ഇടയിൽ ഈ കൊഞ്ച് വളഞ്ഞു നിൽക്കുന്ന പോലത്തെ ഒരു ആർക്കും വേണം. എനിക്ക് അയ്യോ കണ്ടിട്ട് എനിക്ക് അയ്യടാന്നായിപ്പോയി. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനാണല്ലോ എൻ്റെ ടൈം വേസ്റ്റാക്കിയത് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എന്നെ തൊലി ഉരിഞ്ഞു പോവുക. എനിക്കിനി ആര് കേട്ടാലും ഒരു ഇതുമില്ല. കാരണം എന്താണെന്നറിയോ, മര്യാദ പറഞ്ഞിട്ട് ഇവരോടൊന്നും യാതൊരു കാര്യമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഭാഷയിൽ തന്നെ സംസാരിക്കണം. കാരണം നമ്മൾ തെറിയും തേപ്പൊന്നല്ല പറയണം, മാന്യമായിട്ടുള്ള ഭാഷ തന്നെയാണ്. പക്ഷെ നമ്മൾ മാന്യതയോടുകൂടി സംസാരിക്കുമ്പം ഇവരെന്താണ് ചെയ്യുന്നത്? ഇത് ഞാൻ കേസ് കൊടുത്തതാണ്. എന്നിട്ടും പിന്നെയും എൻ്റെ പേരും വെച്ച് എന്നെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞാൻ വെറുതെ വിടുമെന്നൊന്നും ആരും കരുതണ്ട. ഞാൻ വിടത്തില്ല. നിങ്ങൾ എനിക്ക് സപ്പോർട്ട് തന്നെ ഒന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ ഇനി ആർക്കിടെ ഒരു തേങ്ങയ്ക്കും ഞാൻ ഒരാളോടും പറയില്ല നിൽക്ക് അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കണ ആൾക്കാരുകളൊന്നും അല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നമ്മൾ ഇതിനൊന്നും തടസ്സമല്ല. നിങ്ങൾക്ക് നിൽക്കണവർക്ക് നിൽക്കാം. എന്നെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കേൾക്കാം. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം എനിക്ക് കൊച്ചു കൊച്ചു തെറ്റുകൾ സംഭവിക്കും. പിന്നെ വലിയ സൗന്ദര്യമൊന്നുമില്ല. പിന്നെ ഇച്ചിരി പുട്ടിയൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് ഞാൻ വരത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ സ്ലോവിലുള്ള സംസാരം, ഈ ഓൺ പോയിൻറ്റിൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ മൊബൈൽ തറയിൽ തല്ലി ഉടയ്ക്കാൻ വരെ തോന്നുമെന്ന് പറഞ്ഞിട്ടുള്ള മാമിയാണ് ആ മാമി. അപ്പോൾ ആ മാമിയൊക്കെ കേരളത്തിന് വേണ്ടി ഈ മാമിയൊക്കെ എന്താണ് ചെയ്തത്? ഈ മാമി വിമർശിക്കാൻ കുത്തിയിരുന്നിട്ട് എന്നും മാപ്പേ എന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ള കഥ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഏറ്റവും ലാസ്റ്റ് അമൃതയുടെ കേസിൽ അമൃത സുരേഷും അഭിരാമി സുരേഷും കൂടി കൊടുത്ത കേസിലാണ് പിന്നെ ഇവരെ ലാസ്റ്റ് കണ്ടത്. പിന്നെ പൊങ്ങി വരുന്നത് ഈ ലസിത പാലക്കലിൻ്റെ വിഷയത്തിലാണ്. ഇന്ന് ഞാൻ ധൈര്യമായിട്ട് ലസിത പാലക്കലിൻ്റെ പേരെടുത്ത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്നത് പറയാം. പക്ഷെ മറ്റുള്ള പേരുകൾ ഞാൻ പറയൂല. കാരണം എന്താണെന്നറിയോ, നാളെ അതെനിക്കൊരു ബാധ്യതയായിട്ട് വീണ്ടും വരാൻ പാടില്ല. അതുകൊണ്ടാണ് എൻ്റെ റൂട്ട് ക്ലിയർ തന്നെയാണ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്യാണ്ട് ഇരുന്നിട്ട് ഈ പുള്ളിക്കാരിനോട്
ഈ പറയുന്ന ലസിതയുടെ കമൻ്റ് ഇട്ടു അതുകൊണ്ട് മാത്രമുള്ള വൈരാഗ്യത്തിൻ്റെ പുറത്ത് എന്നോട് ഞാൻ അങ്ങോട്ട് പോവരുത്, അതാണ് ആവശ്യം. പോകും, അങ്ങോട്ട് പോവരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് എങ്ങോട്ട് പോകണം എങ്ങോട്ട് പോവരുതെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ എൻ്റെ നിലപാട് എന്താണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നവർക്ക് കൂടെ നിൽക്കുക, അല്ലാത്തവർക്ക് പോവുക. അതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല. ഇതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. എന്നെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ഞാൻ എന്തായാലും നടപ്പിലാക്കും. കാരണം എന്നെ മിനിയാന്ന് തുടങ്ങിയിട്ട് വ്യക്തിഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തെളിവും കാര്യങ്ങളും എല്ലാം നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിന് മുമ്പുണ്ടായ കേസ് എന്ന് പറയുന്നത് ഈ ഒരു ചാറ്റ് സംബന്ധമായ കേസാണ്. ഒരു ഗ്രൂപ്പിൽ നിന്ന് കഴിയുമ്പം എന്താവണം, ഈ 4 പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ 5 പേരുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് നിൽക്കണം. ഈ ഒരുമിച്ച് ഒരു വീട് തല്ലിത്തകർക്കുക, ഒരു വീട്ടിലെ ആൾക്കാരെ തമ്മിൽ തല്ലിക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ആ ഗ്രൂപ്പിൻ്റെ അകത്ത് നടന്നത്. ലസിതേനെ അടിക്കാൻ വന്ന ആൾക്കാരുകൾ ഒരുമിച്ച് കൂട്ടം കൂടി ലസിത പാലക്കലിനെ അടിക്കാൻ വന്ന ആൾക്കാരുകൾ ലാസ്റ്റ് എന്തായി, ഈ ഗ്രൂപ്പിനകത്ത് നിൽക്കുന്ന ഈ ഒരു കുടുംബം പോലെ നിൽക്കുന്ന ഈ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കി. കാര്യം മനസ്സിലായി? ഈ നമ്മൾ ഉണ്ണണം ചോറാണ്. നമ്മളോടുള്ള ഓരോരുത്തർക്കിടെ പെരുമാറ്റവും ഭാവവും ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്. എന്നിട്ട് ഈ ഗ്രൂപ്പിൻ്റെ അകത്ത് പിന്നെ 3-4 പേരായിട്ടും സംസാരങ്ങളൊന്നുമില്ല. അത് കഴിയുമ്പോൾ ഓരോരുത്തർ പേഴ്സണലായിട്ട് പോയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും പോയിട്ടാണ് എല്ലാവരും ചാറ്റ് ചെയ്യുന്നത്. ഞാനൊരാളെയും ഗ്രൂപ്പിൻ്റെ അകത്തുനിന്ന് അങ്ങോട്ട് പേഴ്സണലായിട്ട് ആദ്യം ചാറ്റ് ചെയ്യാൻ പോയിട്ടില്ല. തെളിവുണ്ട്, പോയിട്ടില്ല. എന്നെ ഇങ്ങോട്ടാണ് കോണ്ടാക്ട് ചെയ്തത്, അറിയോ? അപ്പോഴും ഞാൻ പറഞ്ഞത് എന്താണ് പേഴ്സണലായിട്ട് ഗ്രൂപ്പിൻ്റെ അകത്ത് വാ, അങ്ങനെയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ അല്ലാന്ന് പറയാൻ പറ്റുമോന്ന് നോക്കട്ടെ. എനിക്കിനി ഞാൻ എന്താണ് ചാറ്റ് ചെയ്തത് എന്നുവരെ ഞാൻ പറയും നിങ്ങളോട്. നിങ്ങൾ നോക്കിക്കോ, അത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയും. നമ്മൾ തെറ്റായിട്ട് ഇന്നേ വരെ ഒന്നും പറഞ്ഞിട്ടില്ല. അതിനി 2-3 ദിവസം കഴിയുമ്പോൾ നമ്മൾ എന്താണ് ഉണ്ടായേക്കണേന്ന് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു തരും. അപ്പം ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു കുടുംബം പോലെ നമ്മൾ ഒരുമിച്ച് നിൽക്കണ്ടല്ലേ. ലസിത പാലക്കലിനെ അടിക്കാൻ ഗ്രൂപ്പ് ഉണ്ടാക്കി, ഗ്രൂപ്പോ തല്ലിപ്പിരിഞ്ഞു പോയി. അപ്പം തല്ലിപ്പിരിഞ്ഞ് പോയപ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളിൽ നടന്നത്? കുടുംബത്തിലുള്ള ആൾക്കാരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കുക. ഈ ഒരു വേട്ടാവിളി ആർക്കും വേണ്ട. എൻ്റെ പൊന്നോ, ആരെങ്കിലും എടുത്തോക്കോ. നമുക്കൊന്നും നമ്മളൊരു യൂട്യൂബിൽ ഒരു വീഡിയോ ഷെയർ ചെയ്യാനായിട്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്താണ് കൂടെ നിൽക്ക്. അപ്പോൾ ഈ പുള്ളിക്കാരൻ വിചാരിച്ചു ഞാൻ ഇതിന് വേണ്ടിയിട്ട് എനിക്ക് യൂട്യൂബിൽ റീച്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് കൂടെ നിൽക്കും താങ്ങിയെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ അങ്ങനെ ആരെയും താങ്ങണ ഒരു ടൈപ്പല്ല. എനിക്കറിയാം എന്നോട് എന്താണ് ഓരോരുത്തർ പെരുമാറുന്നത് എന്നുള്ള രീതിയിൽ ആണ് ഞാൻ നിൽക്കുക. അപ്പം എനിക്കിത് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ, പിന്നെ ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോന്നു. അപ്പോൾ അതിൻ്റെ ചാറ്റും കാര്യങ്ങളും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. സുലൈമാൻ KP, നിങ്ങൾ മോശമാണെങ്കിൽ മോശമായിക്കോ, അതിനിപ്പോൾ എന്താ വേണ്ടത്? ഇല്ല, നിങ്ങളിവിടെ കാണണ്ട, നിങ്ങൾ വെക്കോ. ആരെയും നിങ്ങളോട് ഇഷ്ടമുണ്ടായിരുന്നു അത് ഇല്ലാതാക്കിക്കോട്ടെ, അതിനൊരു കുഴപ്പമില്ല. നിങ്ങൾ ഇഷ്ടമുള്ളവർക്കിടെ അടുത്തോട്ട് പോകും, അത്ര എനിക്ക് പറയാനുള്ളൂ. അല്ലാണ്ടൊന്നും ഒന്നും ആരും പ്രതീക്ഷിക്കണ്ട. എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു അത് ഇല്ലാണ്ടാക്കി. എന്താണാവോ ഞാൻ സുലൈമാനോട് ചെയ്തത്, അതും കൂടി ഒന്ന് പറയണം. എന്താണ് നിങ്ങളോട് ഞാൻ ചെയ്തതെന്ന് പറയണം. എന്നോട് ചെയ്ത കാര്യങ്ങൾക്ക് ഈ കേരളത്തിൽ ഈ ഫേസ്ബുക്കിൽ വന്നിരുന്നിട്ട് ഇവർ ചില നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ എന്ന് തുടങ്ങി കേൾക്കണതാ. എന്നിട്ട് നിങ്ങൾക്ക് ഇതുവരെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ആരായിട്ടാണ് കൂട്ടുകൂടിയേക്കണത്? ഇത്തരം ആൾക്കാരായിട്ട് നമുക്ക് ഒരിക്കലും പറ്റൂല എന്നൊക്കെ അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമം നടത്തിയപ്പോൾ ഇവരെന്താ വിചാരിച്ചത്, ഞാൻ അവരെ പിടിച്ചെടുക്കാനായിട്ട് മറ്റൊരാൾക്ക് വേണ്ടി പറയുന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതൊന്നല്ല അതിൻ്റെ കാര്യം. എനിക്ക് ഈ ചെമ്മീൻ പോലത്തെ വളഞ്ഞ ഒരു സാധനത്തിന് എനിക്ക് വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്കിടെ തെറ്റിദ്ധാരണ. നമ്മൾ അതിന് വേണ്ടിയിട്ടൊന്നല്ല നിന്നത്. പിന്നെ നമ്മൾ ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പം ഒരു ചെറിയ ഇഷ്ടങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അത്ര ഉണ്ടായിട്ടുള്ളൂ. അല്ലാണ്ട് അതിൽ കൂടുതലൊന്നും ഉണ്ടായിട്ടില്ല. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനുമില്ല. അതൊരു വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നുമില്ല. ഇനിയിപ്പോൾ ആർക്കിത് കേട്ടിട്ട് എന്നോട് ഇഷ്ടം പോയാലും നോ പ്രോബ്ലം.
നിങ്ങളുടെ മുടി ഇതുവരെ വന്നില്ലേ? മുടി വന്നതാ, നല്ല കട്ട 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 മുടിയുണ്ട് എൻ്റെ തൊപ്പി, നല്ല കട്ട കട്ട മുടിയുണ്ട്. അപ്പം മുടി വളരാനുള്ള എണ്ണ നമ്മൾ മറ്റേ ദന്തപാല എണ്ണ നമ്മൾ തേക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ദന്തപാല എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിക്ക് വളരെ നല്ലതാണ്. മുടി ഒരു തലയിൽ താരനോ പുണ്ണോ ചൊറിച്ചിലോ കുരു അങ്ങനെ ഒന്നും വരില്ല. അങ്ങനത്തെ സംഭവമാണ്. മുടി നന്നായിട്ട് വളരും, കരുത്തുണ്ടാവും മുടിക്ക് നല്ല കരുത്തുണ്ടാവും. ഈ മുടിയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് പോകുന്ന അസുഖമുള്ള ആളുകളുണ്ട്. അത് ഒന്നാമത് ഈ തലയൊട്ടിയിൽ ഇങ്ങനെ താരൻ അതുപോലുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടാണ് ഈ മുടി ഇങ്ങനെ കൊഴിഞ്ഞ് ഇല്ലാണ്ടാവുന്നത്. എന്നോട് ചാറ്റിക്കൊള്ളാൻ പറഞ്ഞിട്ടില്ലേ അപ്പാ? ഞാൻ ചാറ്റൂട്ടാ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഭർത്താവ് എനിക്ക് സമ്മതം തന്നിട്ടുണ്ട്, ആരുമായിട്ട് വേണമെങ്കിലും ചാറ്റിക്കോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് ചാറ്റാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻബോക്സിൽ വന്നു ചാറ്റാം. എങ്ങടാ? ശരി ശരി ശരി, ടാറ്റ. ലൈവ് പൂർത്തിയാകട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ കേട്ടല്ലോ. അപ്പം ഇത് ആരെയും മറച്ചു വെച്ചോണ്ടല്ല, നമുക്കിവിടെ വീട്ടിലെല്ലാവർക്കും കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഇതിൻ്റെ എന്ത് തുടർ നടപടികൾ വേണമെന്ന് നമ്മളത് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എടുക്കുകയും ചെയ്യും. അപ്പോൾ ആരും ഒന്നും ഒളിച്ചു വെച്ചിട്ട് നടത്തുന്ന പരിപാടിയൊന്നും അല്ല. നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ തുറന്നു പറയേണ്ടടുത്ത് നമ്മൾ തുറന്നു പറയും. നമ്മുടെ കുടുംബം എന്താ, നമ്മളോട് കൂടെ നിൽക്കും. അതാണ് ഞാൻ പറയുന്നത്. ഈ കുടുംബപരമായിട്ട് താമസിക്കാൻ, ഭർത്താവിനോടൊത്ത് താമസിക്കാൻ ഒരു യോഗം വേണം എന്ന് പറയുന്നത് അത് ചിലർക്ക് ഉണ്ടാവില്ല. അവരിങ്ങനെ വാനമ്പാടി പോലെ നടക്കും, പറന്ന് നടക്കും, അടിച്ചു പൊളിക്കും. എന്നോട് ഇതൊക്കെ കേട്ട് ഇഷ്ടം പോയാലും എനിക്കൊരു ചുക്കൂല. നിങ്ങൾ ഇഷ്ടം പോയിട്ട് നിങ്ങൾ ഫുള്ള് എന്നെ ചീത്ത പറഞ്ഞാലും ശരി, ഒരു കുഴപ്പമില്ല. കാരണം എനിക്ക് പറയേണ്ട വിഷയങ്ങളാണ്. എൻ്റെ നേരെ കുരച്ചോണ്ട് വരുമ്പം ഞാൻ മിണ്ടാണ്ടിരുന്നു. അപ്പോഴും നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തി. ഞാൻ ഒരുപാട് മിണ്ടാണ്ടിരുന്നു. ഇത് എന്ത് കാര്യം എന്ന് വിചാരിച്ച് ഒഴിഞ്ഞു മാറി നിന്നപ്പോൾ ഞാൻ വെറും ഇതാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ പുറത്തേക്ക് കയറി. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറയും? ഇത് എൻ്റെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതിൽ ഒരാളും ഇടപെടണ്ട. എൻ്റെ നേരെ വന്നിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ തീർക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിന് വേണ്ടി ഇനി പോലീസ് സ്റ്റേഷനൊന്നും തുടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് പോയിട്ടൊരു പേപ്പർ കൊടുക്കുകയേ വേണ്ടുള്ളൂ. എൻ്റെ നേരെ കുരയ്ക്കരുത്. കുരച്ചു കഴിഞ്ഞാൽ തെറ്റ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും എനിക്ക് കയറിച്ചിടാം. ഞാൻ ഇന്നേ വരെ പുറകെ നടന്നിട്ട് ഒരാളെയും പഴി ചാരിയിട്ടില്ല, ഒരാളുടെ പേരിലും കുറ്റം പറഞ്ഞിട്ടില്ല. ഇന്നാണ് ഞാൻ കുറച്ചും കൂടി ഒന്ന് കാര്യങ്ങൾ തുറന്നു പറയുന്നത്. അല്ലാതെ നമ്മളിതിൻ്റെ പുറകെ ഒന്നും നടന്നിട്ടില്ല. നടക്കുന്നവരുണ്ട്, അവർക്ക് വിഷയങ്ങളില്ലാഞ്ഞിട്ടാണ്. റീച്ചിന് വേണ്ടിയിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഉണ്ടാക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? നിയമപരമായിട്ട് നേരിടും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് നിയമത്തിൻ്റെ മുമ്പിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റില്ല ആർക്കും. അതാണ് പറയാനുള്ളത്. സുലൈമാൻ്റെ ഇഷ്ടം ഉണ്ടായിരുന്നു പോയെങ്കിൽ പൊക്കോട്ടെ. അതിനിപ്പോൾ നമ്മൾ കല്യാണമൊന്നും കഴിക്കാൻ പോകണില്ലല്ലോ. സുലൈമാൻ ഇഷ്ടമുള്ളവർക്കിടെ അടുത്തേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴും സുലൈമാനുണ്ട്. പൊക്കോളൂ. മുടി വന്നല്ലോ, ഇനി തൊപ്പി വേണ്ട. തൊപ്പി മാറ്റാം. മുടി വന്നു, മുടി ഇനി ഇത്രയൊക്കെ ആയാലും തൊപ്പി വെക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം എനിക്ക് തൊപ്പി മാറ്റാൻ തോന്നുന്നില്ല. അത് വേറെ കാര്യം. നസീബ് ചാവക്കാട് ഹലോ പറഞ്ഞിട്ടുണ്ട്, ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ എന്നെ കേൾക്കുന്നവരാണ്. ഞാൻ നിങ്ങൾ പറയണം. കാരണം എന്നെ ഇപ്പോൾ കുറ്റം പറഞ്ഞിട്ട് പോകുന്നവരോട് ഈ സംഭവങ്ങൾ കേട്ടിട്ട് ചിലർ എന്നെ എന്തൊക്കെയോ പറയുന്നു. എന്താണെന്ന് പോലും ഇവർക്ക് അറിയില്ല. ഇവരാരൊക്കെയോ എന്തൊക്കെയോ കുരയ്ക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ് ഈ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ നടന്നതെന്നറിയാതെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും?
ഇത് സ്വയം ഒരു കുടുംബം എങ്ങനെ കലക്കി 4 പാടും ചിതറിപ്പിക്കാം, ആ ഒരു പണി അവിടെ നടന്നു. അപ്പം ഞാൻ പുറത്തു പോയി, അതിനെന്താണ് തെറ്റ്? അത് നിങ്ങൾ പറയേ. കുടുംബം ഒത്തൊരുമയോടെ കൊണ്ടുപോകാനുള്ള കഴിവില്ലെങ്കിൽ പിന്നെ ഈ ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാനൊരു കുടുംബത്തിനോടാണ് ഇതിനെ ഉപമിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കുടുംബം എന്ന് പറയണത്. അപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ ഒത്തൊരുമയോടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ അഡ്മിൻ ഗ്രൂപ്പിന്? അപ്പം ഈ അഡ്മിൻ തന്നെ ഇതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോൾ ഞാൻ എൻ്റെ പാടുനോക്കിപ്പോയി. അതിനാരും എന്നെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇനി കുറ്റം പറയണവർ അവിടെ നിന്ന് പറയത്തുള്ളൂ. എനിക്കിതേതേ ഈ സംഭവം ഉണ്ടല്ലോ, ഇതിൽ പറ്റത്തില്ല. അത് തന്നെ അങ്ങോട്ട് പറയാനുള്ളൂ. എന്ന് സംസാരിക്കുന്ന പോലെയല്ല ഇന്ന് സംസാരിക്കുന്നത്. കാരണം ഞാൻ എൻ്റെ കഴിയുന്നത് നിങ്ങളോട് മാന്യമര്യാദയ്ക്ക് വിനയമായിട്ട് ഇന്ന് ഞാൻ നിങ്ങളോടല്ല ഇങ്ങനെ സംസാരിക്കുന്നത്. കാരണം ഇതൊക്കെ കേൾക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. ഇതിലെന്താണ് സംഭവിച്ചതെന്ന് നിങ്ങളറിയണം. അതിൽ കുറച്ച് ചാറ്റും വന്നു പെട്ടിട്ടുണ്ട്. ഒരു 2-3 ദിവസത്തെ ഒരു ചാറ്റ്. അതിൽ കൂടുതൽ അതിലൊരു അനാവശ്യമില്ല, ഒരാളെയും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അനാവശ്യമായി സെക്സ്പരമായിട്ടോ ഒന്നും സംസാരിച്ചിട്ടില്ല. സെക്സ്പരമായി നിങ്ങൾ പ്രത്യേകിച്ച് കേൾക്കണം. സെക്സ്പരമായിട്ടുള്ള ചാറ്റുകളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ പിന്നെ ഞാൻ നെല്ലിയാമ്പതിക്ക് പോവാമെന്ന് പറഞ്ഞു, ടൂറ് പോവാമെന്ന് പറഞ്ഞു. അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലും കാരണങ്ങളുണ്ട്. കുറേ കാര്യങ്ങൾ ഞാൻ പറയാണ്ട് വിഴുങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി അങ്ങോട്ട് ഓപ്പണായിട്ട് തുറന്നു പറയും. നമുക്ക് ഇനി ഒന്നും മറച്ചു വെക്കേണ്ട ഒളിച്ചു വെക്കേണ്ട ഒരു കാര്യമില്ല. ഇതൊക്കെ ഇവർ വന്നിരുന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നമുക്കൊരു ചാനൽ വേറെ ഉണ്ട്, യാത്രാ ചാനലാണ്. അതിലിപ്പോൾ ഇതൊന്നും ഇടുന്നില്ല. അപ്പം ഇവർക്ക് ഇങ്ങനെ കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കാരണം അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പം നമുക്കത് ചെയ്യാം എന്നുള്ള രീതിയിൽ 2 പേര് അണ്ടർസ്റ്റാൻഡായിട്ട് ഒരുമിച്ച് വീഡിയോസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യണം. നിങ്ങൾ കേൾക്കണം, ഇതിൻ്റെയൊക്കെ പിന്നിൽ കഥകളുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ അപ്പം ഓരോ പ്ലേസ് സജക്റ്റ് ചെയ്തതാണ് ഈ പറയുന്ന നെല്ലിയാമ്പതി അങ്ങനെയുള്ള സംഭവങ്ങൾ. പക്ഷെ അതൊക്കെ അവിടെ തന്നെ തീർന്നു. ഈ 2-3 ദിവസം കൊണ്ടുള്ള ചർച്ചകളാണ് ഇതൊക്കെ. അതൊന്നും പിന്നെ അങ്ങോട്ട് ലാസ്റ്റ് ഞാൻ കേസ് കൊടുത്ത ആൾ വന്നപ്പോൾ എനിക്ക് അയ്യേ എന്നുള്ള രീതിയായിപ്പോയി. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു മിനിമം ഈ കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുത് എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അപ്പോൾ ഒരു മിനിമം ഒരു ഹൈറ്റ് ഒന്നുമില്ല. ഇതെങ്ങനത്തെ ഒരു വളഞ്ഞിട്ട് എന്തിനാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ പുറകെ പോകണത്? ഇതിന് വെച്ചിട്ടാണോ ഈ അടി ഉണ്ടാക്കണത്? എൻ്റെ പൊന്നെ, ഞാനൊരു ട്രാവലിംഗ് ചെയ്യാനായിട്ട് കുറച്ച് വീഡിയോയ്ക്ക് വേണ്ടി എൻ്റെ മറ്റേ 2ാമത്തെ യൂട്യൂബ് ചാനലിൽ ഇടാനൊരു സംഭവം നമ്മൾ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചു. അപ്പം അതിനെ തടസ്സം ചെയ്തിട്ട് ഇദ്ദേഹത്തെ എനിക്ക് വേണം, ഇദ്ദേഹത്തിൻ്റെ കഴിവുകൾ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് എന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കി അവിടെ നിന്ന് മാറ്റി ഓടിച്ചത് ആരാണ് എന്നൊക്കെ എനിക്കറിയാം. പിന്നെ നിങ്ങൾ ആദ്യമേ ഒരു പാലക്കാട്ടുകാരൻ്റെ ഒരു പോസ്റ്റൊക്കെ കണ്ടായിരുന്നില്ലേ? ഈ സംഭവം ഉണ്ടായപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നെ കോണ്ടാക്ട് ചെയ്യുകയാണ് ചെയ്തത്. എന്നെ ഈ പുള്ളിക്കാരി വിളിക്കുകയാണ് ചെയ്തത്, അല്ലാതെ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടില്ല. അപ്പോഴും ഞാൻ ഈ പുള്ളിക്കാരി ഇത് കാണിച്ച് ചോദിച്ചു, നിങ്ങൾ ഇതാരാണ്? ഇവരെന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ടല്ലോ, ഞാനല്ലല്ലോ പോസ്റ്റ് ഇട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ഇതെൻ്റെ ഒരു കുടുംബത്തിലെ ആരോ ആണെന്നാണ് പറഞ്ഞത്. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരാളും സഹിക്കാത്ത കാര്യങ്ങളാണ്. ഞാൻ എന്നിട്ട് ഈ വിളിച്ച ആ സ്ത്രീയോട് ഞാൻ എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തതെന്ന് നിങ്ങൾക്കറിയാവോ? നിങ്ങൾ അത് കേൾക്കണം. അവരിപ്പോൾ അത് ചിലപ്പോൾ പറയത്തില്ല, കാരണം അതിൻ്റെ ചാറ്റും തെളിവുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അത് അവർ പറയത്തില്ല. ഞാൻ അവരെ ഞാൻ സമാധാനിപ്പിക്കുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്തത്. അല്ലാന്ന് അവർക്കും അവരൊരു മനസാക്ഷിയുള്ള സ്ത്രീയാണെങ്കിൽ ഇതുപോലത്തെ മാമിയുടെ പോലത്തെ അല്ല. മാമി പലതും പറയും. മാമിക്ക് എന്താ പറയുക, അവർ ഇങ്ങനെ ലെല്ലെല്ലാം പാടി നടക്കുന്നതാണ്. അത് അങ്ങനെ ഒരു വേറിട്ടൊരു ജീവിതം, അത് അങ്ങോട്ട് പോയിക്കോട്ടെ. അപ്പോൾ അതും ഞാൻ സഹതപിച്ചു. ഞാനാണ് ഇവരെ ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്തത്. ഇവരിങ്ങനെ FBയിൽ വന്നിരുന്നിട്ട് ഇവരാരോ ഇങ്ങനെ എന്തോ പറഞ്ഞിട്ട് കരയുന്ന കണ്ടപ്പോൾ ഞാൻ ഈ നമ്പർ എടുത്തിട്ട് ഞാൻ വിളിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ ആഡാവുന്നത്. ഈ ഗ്രൂപ്പിൽ ആഡായതിന്
എന്നെ എൻ്റെ കെട്ടിയോനും ഇവിടെ പറയാത്ത തെറിയൊന്നുമില്ല, നീ ആർക്കടെ കൂടിയാണ് ഈ കൂടിയിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടാണ്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഇവർ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവരൊരു അറിയപ്പെടുന്ന ആളാണല്ലോ, നമ്മുടെ വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിക്കാം, നമുക്കതൊക്കെ ഒരു അന്തസ്സാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എൻ്റെ കെട്ടിയോൻ എന്നോട് ചോദിക്കുമ്പോൾ നീ ആരായിട്ടാണ് ഈ കൂട്ടുകൂടിയേക്കണത്, എന്ത് കൂട്ടുകെട്ടിലാണ് നീ ചെന്ന് ചാടിയേക്കുന്നത് എന്നോട് ചോദിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഇവരെ നമ്മുടെ ഒരു കൂട്ടുകെട്ട് പോലും അത് വേണ്ട എന്നുള്ള രീതിയിൽ സ്വന്തം പുറത്തുനിന്ന് കാണുന്ന ജനങ്ങളുടെ മനസ്സാണത്. എൻ്റെ കെട്ടിയവനായതുകൊണ്ട് പറയല്ല. അപ്പോൾ ഈ ജനങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ചെന്ന് ചാടുന്നത്? അത്രയും ഞാൻ അതുകൊണ്ടൊക്കെ കൂടി പിന്നെ എനിക്ക് കിട്ടിയ കുത്തിത്തിരിപ്പും എനിക്കവിടെ എന്നെ എങ്ങനെയെങ്കിലും പുറത്ത് ചാടിക്കാൻ കളിക്കുകയാണ്, ഫുള്ള് കളിയാണ്. കാരണം ഈ ലസിതയുടെ കാര്യത്തിലായാലും അവൾക്ക് റീച്ച് ഉണ്ടാവരുത്, അവൾക്ക് കാഴ്ചക്കാരുണ്ടാവരുത്, അവൾക്ക് അതുകൊണ്ട് അവൾക്ക് എത്ര ലക്ഷത്തിൻ്റെ അടുത്തെത്താറ 3 ലക്ഷം അടുത്തെത്താറായി അവൾക്ക് ഇപ്പോഴും ആ ഒരു പ്രശ്നം കൊണ്ട് അവൾക്ക് എത്ര പെട്ടെന്നാണ് അത് 3.5 അപ്പം അവിടെയും ഈ ഒരു കുത്തിത്തിരിപ്പ് തന്നെയാണ്. ഇവളെ മാക്സിമം എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കി ഈ ലസിത പാലക്കലിനെ. പക്ഷെ അവിടെ അവൾ വിജയിക്കുകയാണ് ചെയ്തത്. കാരണം അവൾക്ക് ഇത്തിരി ഈ ഫോളോവേഴ്സ് പെട്ടെന്ന് കൂടി. അപ്പം അവിടെ അവർ തോറ്റു. അതുകൊണ്ട് തന്നെയാണ് ഇവർ പണി നിർത്തിയത് കുറച്ച് നാളത്തേക്ക്. അത് കഴിഞ്ഞിപ്പോൾ വീണ്ടും ഇറങ്ങി വന്നിരിക്കുന്നതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ട്. നമ്മൾ ഇനി അതിനകത്തൊന്നും ചെന്ന് ചാടത്തില്ല. കാരണം ഒരിക്കൽ നമ്മൾ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ്, ഒരിക്കലും ഇനി ആ ഒരു ചൂടുവെള്ളത്തിലേക്ക് ആ പൂച്ച പോകത്തില്ല. അത് നിങ്ങൾ സത്യാവസ്ഥ മനസ്സിലാക്കണം. നമുക്ക് അവിടുന്ന് കിട്ടിയത് എന്താണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. അത്രം കുറച്ചെങ്കിലും കാര്യങ്ങൾ നമ്മൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ബാക്കി ഇനി ഇതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ നമ്മൾ ഓർക്കും തോറും ഓരോ കാര്യങ്ങൾ നമ്മൾ പറയും. അത് പിന്നീടുള്ള ലെവലുകളിൽ നമ്മൾ പറയും. അതുകൊണ്ട് നമുക്കിനി ആരെയും പേടിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. കാരണം നമ്മളിത് മിണ്ടാണ്ടിരുന്നത് വേറെ ഒന്നുമില്ല, എന്തിനാണ് ഈ വക പരിപാടിക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ഇപ്പം എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറയിപ്പിക്കുകയാണ്. അതിനകത്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു ചാറ്റിൻ്റെ പേരിലാണല്ലോ ഇത്രയും ഞാൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്നെ പേടിപ്പിക്കാനായിട്ട് ഇങ്ങനെ പോസ്റ്റ് ഇടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരും ആ ചെയ്യുന്നത് തന്നെയാണ് നമ്മളും ചെയ്തിട്ടുള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. പിന്നെ ഈ ലോകത്തിൽ ഇത്ര പേരുണ്ടെങ്കിൽ ഇവരൊക്കെ ചിന്തിക്കുന്ന പോലെയല്ല നമ്മൾ എല്ലാവരും ഒരേ ടൈപ്പിലല്ലല്ലോ ചിന്തിക്കുന്നത്. ഒരു മിനിറ്റ്, പുറത്തേക്ക് പോയില്ല. ഞാൻ ലൈവിലാണ്. ഓക്കെ, ചക്കിയും ചങ്കരനുമായിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. അത് അല്ലാന്ന് ആരും പറഞ്ഞില്ല. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഇവർ എന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കി. നമുക്ക് ഇവർക്കിടെ അതായത് ഈ പ്രശ്നം വന്നത് എപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു ഇത് വെച്ചിട്ടാണെങ്കിൽ ഈ പുറമെ പോയി ഷൂട്ട് ചെയ്യുന്ന ഒരു സംഭവം പറഞ്ഞപ്പോൾ അയാൾക്ക് നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ആളാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു സംഭവം അവർക്ക് മാത്രം കിട്ടണമെന്ന് ഉദ്ദേശിച്ച് മറ്റൊരാൾ ഉയരരുത്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ നമുക്ക് വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നു. അതിലിപ്പോൾ എന്താണ് തെറ്റ്? ഒന്ന് തെറ്റുമ്പോഴേക്ക് ചോദിക്കുന്നത് അതുപോലെ നമുക്ക് പണി കിട്ടിയിട്ടാന്നേ, അല്ലാതെ ഒന്നുമല്ല. അല്ലാതെ നമുക്ക് പെട്ടെന്ന് പിന്നെ ഒരു കാര്യമുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് പോകുന്നു, അത് മിത്രമായിരിക്കുക എന്നോട് ഭയങ്കര ഉറ്റച്ചങ്ങതെ, പിന്നെയും നമ്മളവിടെ തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ആ മിത്രത്തെ നമുക്ക് പിന്നെ ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാവും. അതുകൊണ്ട് നമ്മളിനി അങ്ങനത്തെ യാതൊരുവിധ കാര്യങ്ങളും ചിന്തിക്കുന്നില്ല എന്നല്ല, അത് ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തു പോയി. പിന്നെ എൻ്റെ പുറകെ വരുന്നത് എന്തിനാ? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ തുടർ നിയമ നടപടികളിലേക്ക് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെയും പുറകെ വരുമ്പോൾ അവർക്ക് വിഷയങ്ങളില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്?
അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എനിക്ക് പറയണം എന്നുണ്ടായിരുന്നു. ഞാനായിട്ട് ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ. അവരെന്തൊക്കെയോ ഇരുന്ന് പറയുന്നു, അവർ ഒരു കഥ ഉണ്ടാക്കുന്നു, അവർ പറയുന്നു, നമ്മൾ മിണ്ടാണ്ടിരുന്ന് ഇവിടെ നിന്ന് കേൾക്കുന്നു. അപ്പം മിണ്ടാണ്ടിരുന്ന് കേൾക്കുന്തോറും ഇവർ പിന്നെയും നമ്മുടെ നെഞ്ചത്തോട്ട് കയറുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്നും വ്യക്തിഹത്യ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള നടപടികളല്ല. നിങ്ങളിനി കേട്ടാലും കേട്ടില്ലെങ്കിലും അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും എനിക്കിതേ പറയാനുള്ളൂ. ഇനി ഇതൊന്നും വലിയ ഇതിലും വലിയ തരികിട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, നടക്കുന്നു ലോകത്ത്. അപ്പോൾ ഇതൊക്കെ ഒരു അന്താരാഷ്ട്ര പോയിട്ടൊരു നാട്ടുമ്പുറത്ത് കാര്യം പോലും അല്ല. പിന്നെയാണ് ഇതിലൊന്നും ഷമീർ ഇവരെന്നോട് ഇരുത്തിക്കില്ല. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ കുറച്ച് പറയാം. കാരണം ഇത്രയൊക്കെ എനിക്ക് പറയണം. പറഞ്ഞില്ലെങ്കിൽ എനിക്കത് ഇതാവില്ല. എന്തൊക്കെയാണോ പറയുന്നത്, ഇങ്ങനെയുണ്ടോ നാക്കിന് എളുപ്പില്ലാന്ന് വെച്ചിട്ട് പുട്ടിയൊക്കെ ഇട്ട് ആരാ നടക്കുന്നതെന്ന് പുട്ടിമാമിക്ക് അറിയാലോ. പിന്നെ ഇതിനെ പുട്ടിമാമി എന്നെ പറയുന്നത്. നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളവർ കേട്ടാൽ മതി, എന്നെ അല്ലാത്തവർ കേൾക്കണ്ട. എനിക്ക് അത്ര തന്നെ പറയാനുള്ളൂ. ഞാൻ നിങ്ങളോട് കുറേ പറഞ്ഞു നോക്കി. ഇത് തികച്ചും നമ്മുടെ മതം, രാഷ്ട്രീയം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും അല്ല, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വന്നിട്ട് എന്നോട് പറയുന്നത് എന്താണ്? എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ എനിക്ക് പ്രതികരിക്കണ്ടെന്ന് നിങ്ങൾക്ക് എന്നോട് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല. എൻ്റെ നേരെ വന്ന വാൾമുന എന്ന് തന്നെ പറയാം. സംസാരം കേൾക്കാൻ ഇഷ്ടമില്ലാത്തവർ നിൽക്കണ്ട, പൊക്കോളൂ, ഒരു കുഴപ്പവുമില്ല. അതുല്യ തോമസ് ചാണകത്തിൽ ചാടിയല്ലേ? ചാണകത്തിൽ ചാടിയിട്ടൊന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ വെറും തോന്നല. അപ്പം ഞാൻ ഇതിന് മുമ്പിട്ട പോസ്റ്റൊക്കെ ഈ ചാണകത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് ഞാൻ ഇട്ടത്. അതൊന്ന് പറയേ, നിങ്ങളെന്ത് ഈ ആവശ്യമില്ലാത്ത കാര്യം പറയണത്? ഇനി ഇതുപോലെ എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ ഞാൻ ഇവർക്കൊക്കെ വേണ്ടി സംസാരിക്കുമെന്ന് നിങ്ങൾ നോക്കിക്കോ. അപ്പം നോക്കിക്കോട്ടാ, അപ്പം വാ. എന്നിട്ട് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണേ. ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ചാണകത്തിൽ ചാടി എന്ന് പറയണത് എന്തിനാ? അപ്പം ഞാൻ ഇടുന്ന പോസ്റ്റുകളും വീഡിയോസൊക്കെ നിങ്ങൾ നോക്ക്. ചാണകത്തിൽ ചാടിയിട്ടാണോ ഞാൻ അങ്ങനത്തെ വീഡിയോകൾ ചെയ്യുന്നത്? പിന്നെ എന്ത് നിലപാടില്ല എന്നാണ് നിങ്ങൾ എന്നെ പറയണത്? ഞാൻ അങ്ങനെയൊന്നുമല്ല, മര്യാദയ്ക്ക് സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ തന്നെയായിരുന്നു. പക്ഷെ നിങ്ങൾ എന്നെ ഇങ്ങനെ പറയിപ്പിക്കുകയാണ്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ചാണകത്തിൽ ചാടിയും അവർക്ക് അവരുടേതായ നിലപാടുണ്ട്, എനിക്ക് എൻ്റേതായ നിലപാടുണ്ട്. ഞാൻ എൻ്റെ നിലപാടിൽ നിന്നുകൊണ്ടാണ് ഇന്നലെ വരെ പോസ്റ്റ് ചെയ്തത്. അല്ലാന്ന് പറയാൻ പറ്റുമോ? നെല്ലിയാമ്പതിയിലേക്ക് ടൂറ് പോയത് ഒരാക്കടെ കൂടെ ഇതിന് പോയതല്ല. അത് വീഡിയോസിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തതാണ്. അത്രേ ഉള്ളൂ. ഇതിനു മുമ്പ് നമ്മൾ ട്രാവൽ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും വലിയൊരു കാര്യമല്ല. ഈ കേരളത്തിൻ്റെ ഉള്ളിൽ പോകാനാണല്ലോ ഇത്ര വലിയ വിഷമം. കേരളത്തിൻ്റെ പുറത്ത് വിട്ടിട്ട് അമേരിക്ക വരെ പോകുന്നു. അനുപമേനെയൊക്കെ കണ്ടുപിടിക്കേ. അതൊന്നും കാണാണ്ടാണോ ഇങ്ങോട്ട് വരുന്നത്? അനുപമയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഒരാളൊന്നും പറയത്തില്ല. നമ്മൾ നമ്മുടെ പ്രൊഫഷന് വേണ്ടിയിട്ട് യാത്രകൾ നടത്തും. ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുണ്ടാവും. അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. നമ്മൾ എത്രയോ ട്രാവൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അത് റീച്ചില്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു ഷെയർ ചെയ്യുമോ എന്ന് ചോദിച്ചതിന് ഇതൊക്കെ സഹിക്കേണ്ടി വന്നതും കേൾക്കേണ്ടി വന്നതും. എന്നിട്ട് അവരുടേതായ രീതിയിൽ കഥയുണ്ടാക്കി. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ എവിടെയും പറയും. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കാം, ഇഷ്ടമില്ലെങ്കിൽ കേൾക്കാം. എന്നെ കേൾക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങളുടെ അടുത്ത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടാൽ മതി, ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കണ്ടാൽ മതി. അതിൽ കൂടുതലൊന്നും പറയാനില്ല. പിന്നെ
ഇവർ വന്നിട്ട് എനിക്ക് ഷെയറും ലൈക്കും കുറഞ്ഞില്ലേ, ഷെയറും ലൈക്കും കുറഞ്ഞില്ലേ, നിങ്ങളുടെ ഷെയറും ലൈക്കും കുറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ ഷെയറും ലൈക്കും കുറയണേന് എനിക്ക് വിഷമമില്ല, ഇവർക്കാണോ വിഷമം? അപ്പോൾ മാമി സാരമില്ല കേട്ടോ, എൻ്റെ ഷെയറും ലൈക്കും കുറഞ്ഞെന്നോർത്ത് എനിക്ക് അത്ര വേദനയൊന്നും തോന്നുന്നില്ല. കാരണം ഇന്നലെ വന്ന നിങ്ങളാണോ എൻ്റെ വീഡിയോ ഷെയർ ചെയ്തത്? എൻ്റെ വാക്ക് കേട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നിലുള്ള വിശ്വാസം കൊണ്ട് വന്ന ആളുകളാണ് എനിക്ക് ഇന്ന് വരെയുള്ള ഒരു താങ്ങായിട്ട് നിന്നിട്ടുള്ളത്. ഈ ആളുകൾ, ഇതൊക്കെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കുറേ ആൾക്കാർ ഇതിനകത്തുണ്ട്. അവരെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് എനിക്ക് കട്ട സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഈ ചാണകത്തിൽ ചാടി എന്ന് പറയുന്ന ആൾക്കാർ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? ഇന്നലെ വരെ ഞാൻ ഇട്ട പോസ്റ്റും വീഡിയോയും കണ്ട ഇവർ എന്നോട് ഇത് പറയോ? ഇല്ല. ഈ സുരേഷ് ഗോപിയുടെ മോക്കടെ കല്യാണത്തിൻ്റെ കാര്യം വരെ ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്ന വ്യക്തിയാണ് ഇന്നലെ വരെ. എന്നിട്ടിപ്പോൾ വന്നിട്ട് ഈ വക കൊണക്റ്റ് ചോദ്യം ചോദിക്കാനായിട്ട്, കൊണഷ്ട് എന്ന് തന്നെ പറയാം, ചോദ്യം ചോദിക്കാനായിട്ട് നാണോ മാനോ ഉളുപ്പില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതില്ല തോമസിന്, അതെന്നെ ഞാൻ ചോദിക്കും. ഞാൻ എത്രയോ നമ്മുടെ സഹോദരന്മാരായ മുസ്ലിം സഹോദരന്മാരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊക്കെ നിങ്ങൾ എന്നെ താങ്ങി പിടിച്ച് നല്ലോണം നടന്നല്ലോ. എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ ആരും എൻ്റെ കൂടെ നിന്നില്ല. അപ്പം അതിൽ നിന്ന് ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്നെ നിങ്ങൾ ചാണകത്തിൽ ചാടിക്കാൻ നോക്കുകയാണ് ശരിക്കും. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ചാണകത്തിൽ ചാടിക്കാൻ നോക്കുകയാണ്. ഈ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അപ്പം വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണോ എൻ്റെ കൂടെ നിൽക്കുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതൊക്കെ തുറന്ന് ചോദിക്കുമ്പോൾ ഓൺ പോയിൻ്റാണ്, കാര്യങ്ങൾ മുഖത്ത് നോക്കി ചോദിക്കും, അപ്രിയമായ സത്യങ്ങൾ പറയും. അപ്പം നിങ്ങൾക്ക് കേൾക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. ഇതൊക്കെ തുറന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ കേൾക്കാതെ മറ്റുള്ളവർ പറയണത് വന്ന് കേട്ടിട്ട് എൻ്റെ നേരെ പറയണത് ശരിയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ട്. ആ രണ്ട് വശങ്ങളും കാണാതെ ഒരു വശം മാത്രം വന്ന് കേട്ടിട്ട് എന്നെ പറഞ്ഞു പോയിട്ട് ഒരു കാര്യവും ഇല്ല. നാളെ ഈ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് ഞാൻ മാത്രമായിരിക്കും. അതെനിക്ക് ഇന്ന് നല്ല ഉറപ്പുണ്ട്. എന്നെ നിലപാടില്ല എന്ന് പറഞ്ഞു പോയ കുറേ ആളുകളുണ്ട്. ചിലപ്പോൾ ഒരു തെറ്റോ രണ്ട് തെറ്റോ ഒക്കെ പറ്റിയിരുന്നിരിക്കും. അതിൻ്റെ പേരിൽ ഇത്രയും വീഡിയോകൾ ചെയ്ത് ഇവിടം വരെ ഞാൻ എത്തിയിട്ട് ഇന്നലെ വന്നവർ ഷെയർ ചെയ്തില്ല എന്നും പറഞ്ഞുകൊണ്ട് എനിക്കെന്താ ഇല്ലാതാകാൻ പോകുന്ന? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എനിക്ക് എൻ്റെ വിഷമങ്ങളും കാര്യങ്ങളും എനിക്ക് തുറന്നു പറയണം. നിങ്ങൾ ഒരാൾക്കൾ രണ്ടുപേര് പറയുന്ന കഥകൾ കേട്ടിട്ട് വന്നിട്ടാണല്ലോ ഇവിടെ എന്നോട് ഗുസ്തിക്ക് വരുന്നത്. എന്നോട് ആരും ഗുസ്തിക്ക് വരണ്ട. നിങ്ങളോട് ആ കഥകൾ കേട്ടിട്ട് ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ലേ, നിങ്ങൾക്ക് പോവാം. നാളെ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഈ ഒരു ലസിത പാലക്കിൽ എന്ന് പറഞ്ഞ വ്യക്തിയും വരൂല. ലസിത പാലക്കിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ല. അപ്പം ഈ മാമി എന്ന് പറയുന്ന വ്യക്തിയും വരൂല. പിന്നെ ചെമ്മീൻ്റെ കാര്യം എനിക്കറിയത്തില്ല, അത് വേറൊരു ടൈപ്പാണ്. അത് ചെയ്യുന്ന വീഡിയോകളൊക്കെ വേറൊരു ടൈപ്പാണ്. അപ്പം അവരാരും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുണ്ടാവില്ല. നാളെ ഒരു വിഷയം വരുമ്പോൾ ഞാൻ തന്നെ ആ വിഷയത്തിൽ അപ്പം ഞാൻ ആലോചിക്കും, ഇവർക്ക് വേണ്ടി സംസാരിക്കണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിക്കും. കുറച്ച് ദണ്ണം കൊണ്ടാണ് പറയണത്. നമ്മളോട് കുത്തിത്തിരിപ്പുണ്ടാക്കി നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് പോരേണ്ട അവസ്ഥ ഉണ്ടാക്കി വിട്ടിട്ട് ഇപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് അന്വേഷിച്ചെടുക്കണം. എന്ത് യോഗ്യതയുണ്ട്? അതാണ് ചോദിക്കണത്. ആരായാലും ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ വലിയ കൊമ്പത്തേറ്റി വെച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ ഞാൻ കൊമ്പത്തേറ്റൂല. ഞാൻ ഓൺ പോയിൻ്റാണ്. ഞാൻ ഏത് വലിയ ആളാണെങ്കിലും അത് മുഖത്തോക്കി പറഞ്ഞിരിക്കും. അത് തന്നെയാണ് എൻ്റെ ഈ ഒരു നട്ടലില്ല എന്ന് ചിലർ പറയുന്നുണ്ട്. നല്ല നട്ടല് തന്നെയുണ്ട്, നല്ല നിലപാടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഇനി കണ്ടു നോക്കിക്കോ. കാണാൻ ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. കാരണം ഇപ്പം എന്നെ പറഞ്ഞു പോയിട്ടുള്ള ആരൊക്കെയെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അവിടെ പോയി ഇവിടെ പോയിട്ടൊക്കെ ആരം എഴുതുന്നതെന്നൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അവരെയൊക്കെ എനിക്ക് നന്നായിട്ട് കണ്ടാലറിയാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. നാളെ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ ഈ മുസ്ലിം സഹോദരങ്ങളുടെ പേരിൽ വരുമ്പോൾ അവർക്ക് വേണ്ടി അനുകൂലമായിട്ട് നിന്ന് സംസാരിക്കാൻ ചിലപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു വരില്ല. നിങ്ങളത് ഇല്ലാണ്ടാക്കും.
അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. ഇനി മുമ്പ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അനുകൂലമായിട്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് വന്നത്. പക്ഷെ ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് നിങ്ങളത്, എനിക്കൊരു വ്യക്തിപരമായിട്ടൊരു പേഴ്സണലി ആയിട്ടൊരു കാര്യം വരുമ്പോൾ എനിക്ക് അതിനെതിരെ പ്രതികരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപടിയാവണ കേസല്ല. കാരണം എൻ്റെ നേരെ വരുന്ന കാര്യങ്ങൾ പ്രതികരിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ്. അപ്പം അതും ഈ വീഡിയോസിൽ ഞാൻ പറയുന്ന കാര്യങ്ങളായിട്ട് നിങ്ങൾ കൂട്ടിക്കൊഴിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാത്തിലും കൊണ്ടുവന്നിട്ട് ഈ ജാതി, മതം, വർഗീയത, രാഷ്ട്രീയം ഇതൊന്നും കലർത്തരുത്. എനിക്ക് എൻ്റേതായ ഒരു വ്യക്തിത്വമുണ്ട്. എൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുക തന്നെ ചെയ്യും. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഞാൻ ആരെയും തലയിൽ കയറ്റി വെച്ചിട്ടൊന്നുമില്ല. ഇനി എത്ര വലിയ ആളായാലും എനിക്ക് പറയാനുള്ളത് പറഞ്ഞിരിക്കും. അവരാരാണ്? ഞാൻ ഇപ്പോഴും ചോദിക്കുകയാണ്, അവരാരാണ്? സ്വന്തം പേരിൽ ഇട്ട പോസ്റ്റ് പൊക്കി പിടിച്ചിട്ട് നാട്ടുകാരോട് കേസ് കൊടുക്കാൻ പറഞ്ഞ ആളാണ് അവർ, ആ മാമി. അവരാരാണ്? ഞാൻ അവർക്കൊരു വിലയും കൽപ്പിക്കുന്നില്ല. ഒരു ഇതിൻ്റെ വില പോലും ഞാൻ കൽപ്പിക്കുന്നില്ല. അത്ര തന്നെ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഞാൻ തുറന്നു പറഞ്ഞത്. എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ. ഞാൻ അവിടുന്ന് പോന്നപ്പോൾ എന്നെ കുത്തിത്തിരിപ്പിച്ച് ഓടിപ്പിച്ചതാണ്. അത് തുറന്നു പറയണതിന് എന്താ തെറ്റ്? സംഭവം ഈ ആർക്കും വേണ്ടാത്ത ഒരു സാധനത്തിന് ഞാൻ എടുക്കാൻ നോക്കി എന്നാണ് പറയണത്. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് വേണ്ട, ആർക്കും വേണ്ടാത്ത ഒരു സാധനത്തിന്. പിന്നെ ലസിത പാലക്കിൽ എൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇത് ഞാനാണോ നല്ലത്, ഇവളാണോ നല്ലത്, ഞാനാണ്, അതൊന്നും എനിക്ക് ഒന്നുമായിട്ട് തോന്നുന്നില്ല. അതൊരു ബോഡി ഷെയ്മിങ് ആയിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. കാരണം എനിക്ക് സൗന്ദര്യം കുറവാണെന്ന് എനിക്കറിയാം. ലസിതേനെ കാണാൻ നാച്ചുറലായിട്ട് ബ്യൂട്ടിയാണ്. അപ്പോൾ അവളെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊന്നും അല്ലാന്ന്, അത് അല്ലാന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ലസിതേനേക്കായി ഞാൻ സുന്ദരിയാണ് എന്നും പറഞ്ഞിട്ട് മേൽക്കോയ്മ പറഞ്ഞിട്ട് നടക്കാൻ എനിക്കറിയാം എൻ്റെ കുറവുകൾ. ഞാൻ പറയുന്നു ലസിതേനേക്കായി ഞാൻ കാണാൻ ഒട്ടും നന്നല്ല. അതൊക്കെ അംഗീകരിച്ചിട്ട് തന്നെയാണ്. അപ്പം അതുപോലും എനിക്ക് അത്ര വിഷമമായിട്ട് ലസിത അങ്ങനെ കാണിച്ചപ്പോൾ പോലും എനിക്കൊരു വിഷമമായിട്ട് ഇന്നേ വരെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ നിസാര കാരണങ്ങൾ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇതിപ്പം പ്രശ്നമാക്കാൻ നോക്കുന്ന ആളുകളോട് എനിക്ക് വെറും പുച്ഛമാണ്, പുച്ഛം. അത്രേ ഉള്ളൂ. പറയാനുള്ളത് കുറേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറേ ആശ്വാസമുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ കഥകളുണ്ട്. ഇത് നമ്മളെ ഇവർക്കിടെ വീട്ടുകാർ നമ്മളെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തതാണ്. നിങ്ങൾ അങ്ങനെ ഒന്ന് പോയി പറയണം, ഈ മാമിയുടെ അടുത്ത് നിങ്ങളെ പോസ്റ്റ് പിൻവലിക്കണം എന്നൊക്കെ അവർ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാനത് ചെയ്തത്. അല്ലാതെ ഞാൻ ഇതിൽ നേരിട്ട് യാതൊരു കളികളും കളിച്ചിട്ടില്ല. അതിനൊക്കെ ചാറ്റുകളുണ്ട്, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതും വാട്സപ്പ് ചാറ്റുകളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് നമുക്ക് അറിയാം. പിന്നെ ഇത് നമുക്ക് അത്ര ഉള്ള അറിയാം. എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ എന്നെ തേക്കാൻ പ്രേമൊന്നുമില്ലല്ലോ. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കാതെ ഈ ഒരു സംഭവത്തിൽ മാത്രം നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ ഇനി സംസാരിക്കില്ല. അത് വേറെ കാര്യം. ചാണകത്തിൽ വീണു എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇന്നലെ കൂടിയിട്ട പോസ്റ്റ് ഈ ചാണകങ്ങൾക്കെതിരെയാണ്, ഈ ലസിത പാലക്കലിൻ്റെ ടീമിനെതിരെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഇപ്പോഴും ഞാൻ ധൈര്യമായിട്ടല്ലേ പറയുന്നത്. ഈ ലസിത പാലക്കലിൻ്റെ ടീമിന് എതിരെയാണ് ഇന്നലെ വരെ ഞാൻ സംസാരിച്ചത്. എന്നിട്ട് ഇന്ന് വന്നിട്ട് ചാണകത്തിൽ വീണു എന്ന് പറയുന്നത് മാന്യം മര്യാദയ്ക്ക് ചേർന്ന ഉളുപ്പുള്ള പരിപാടിയാണോ? നിങ്ങളത് പറയും. ചാറ്റ് ഉണ്ടെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ആ പോസ്റ്റ് എവിടെ പോയി? ആരെ മുക്കി? ഞാൻ മുക്കിയ? ചാറ്റ് ഉണ്ടെന്നും പറഞ്ഞ് നിന്നെ അങ്ങനെ ശരിയാക്കൂടി, അത് ശരിയാക്കൂടി എന്ന് പറഞ്ഞ് പരട്ട കുരുട്ടാന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ട് ആ പോസ്റ്റ് എവിടെ പോയി? 2 എണ്ണം എൻ്റെ അടുത്തുണ്ട്, ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്.
അപ്പം ഞാനൊരു പാവാണ്, ഞാനൊരു മണഗുണാഞ്ചിയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, പ്രശ്നം വരാതെ നമ്മൾ നോക്കും. വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ അടപടലം നേരിടും. അത്ര തന്നെ പറയാനുള്ളൂ. നമ്മളെന്താ ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ഒരാളാവുമ്പോൾ കുടുംബത്തിലെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എന്നെ കൊലസ്ത്രീ കെനസ്ത്രീ എന്നൊക്കെ വിളിക്കും. അപ്പം നമുക്ക് ഇതേ ഭാഷകളറിയാം, ഇതേ രീതികളറിയാം, പക്ഷെ പ്രയോഗിക്കാഞ്ഞിട്ടാണ്, വേണ്ടാഞ്ഞിട്ടാണ്. നമ്മൾ എന്നോട് പറയാം എന്നെ പോലെ അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഈ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പോയാലേ നമുക്ക് നമ്മുടെ ഒരു ലൈഫുണ്ട്. ആ ലൈഫിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പിന്നെ നമുക്ക് കുറേ കഴിയുമ്പം ആരും ഉണ്ടാവത്തില്ല, ഒരു മനുഷ്യനുണ്ടാവത്തില്ല നമ്മുടെ കൂടെ. നമ്മുടെ കുടുംബം നമുക്ക് നമ്മളെ വേണമെന്നുണ്ടെങ്കിൽ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുടുംബത്തിനോടൊപ്പം നിൽക്കണം. അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ കുറേ കഴിയുമ്പോൾ ആരും ഇല്ലാത്ത ആൾക്കാരായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പം അടിച്ചുപൊളിയോടൊന്നും അതൊന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണ്ട. കുടുംബമായിട്ട് ജീവിക്കുന്നവരൊന്നും അതിനൊന്നും അംഗീകരിക്കൂല. അതങ്ങോട്ട് മനസ്സിലാക്കിക്കും. അത്രേ പറയാനുള്ളൂ. അതിപ്പോൾ ലസിത പാലക്കലായാലും 2 കുട്ടികളുണ്ട്, 2 കുട്ടികളെ അവൾ നോക്കുന്നുണ്ട്. അവളെ വേണ്ടാത്ത ആദ്യത്തെ ഭർത്താവിനെ അവൾ മാറ്റി ഇട്ടുകൊണ്ടുപോയി. അവൾക്ക് ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിച്ചു. അവരൊരുമിച്ച് നല്ല സന്തോഷമായിട്ട് ഇപ്പോൾ 3 വർഷത്തോളമായി ജീവിക്കുന്നു. അതിലെവിടെയാണ് തെറ്റ്? കുടുംബമായിട്ടല്ലേ ജീവിക്കുന്നത്, ഒരു കുടുംബത്തിലല്ലേ ജീവിക്കുന്നത്. അപ്പം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ആ രീതിയിൽ കാണണം. എല്ലാത്തിലും കൊണ്ടുവന്നിട്ട് മതവും രാഷ്ട്രീയവും കയറ്റാൻ നിൽക്കരുത് കേട്ടോ. അത് തന്നെ എനിക്ക് നിങ്ങൾ മുസ്ലിം സഹോദരങ്ങളോട് പറയാനുള്ളൂ. നമ്മൾക്ക് ഇപ്പം ഞാനൊരു മുസ്ലിം ഒന്നുമല്ല, എല്ലാവരും എന്നെ മുസ്ലിം എന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് കൊണ്ടാണ്. ഞാൻ ഒരു മുസ്ലിം അല്ല, ഞാനൊരു ഹിന്ദുവാണ്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു. അപ്പോൾ ആ ഒരു ഇതെങ്കിലും നിങ്ങൾ എന്നോട് കാണിക്കണം, വേണ്ടേ? പക്ഷെ നിങ്ങളതാരും എൻ്റെ അടുത്ത് കാണിച്ചില്ല. ഇപ്പോൾ ഈ 2 ദിവസമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഞാനും നിങ്ങളെ നോക്കുകയാണ്, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാനായിട്ട്. നാളെ ഒരു കാര്യം വരുമ്പോൾ ഞാൻ പോസ്റ്റ് ഇടില്ല കേട്ടാ. ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ടും വീഡിയോ ചെയ്യൂല. അത് വേറെ കാര്യം. ഈ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ FB തുടങ്ങി ഇന്നേ വരെ ഞാൻ സംസാരിച്ചിട്ടുള്ളത് അനുകൂലമായിട്ട്. എന്തൊക്കെ എതിര് കാര്യങ്ങൾ വന്നു? ഞാൻ ഇന്നേ വരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ പറയും. സവാദ് ഞാൻ ഒന്നും പറയുന്നില്ല. അപ്പം കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനറിയാനിട്ടൊന്നുമല്ല, നമ്മൾ പറയാനിട്ടാണ്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ കാണിക്കുമ്പോൾ നമ്മൾക്ക് നിലപാടില്ല. നമ്മൾ ചാണകത്തിൽ വീണു. ഈ ചാണകത്തിൽ വീണത് ചാണകവും ഗുണവും ഒന്നുമല്ല ഇവിടെ പ്രശ്നം. ഇവിടെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ നേരെ വരുന്ന കുതിര കയറലിനെ നിർത്തലാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിനി 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാം. ചാണകത്തിൽ വീണു. അപ്പോൾ ഇന്നലെ വരെ ഞാൻ ചാണകത്തിൻ്റെ എതിരല്ലേ പോസ്റ്റ് ഇട്ടത്. അപ്പം ഇതൊന്നും നിങ്ങളുടെ കണ്ണിൽ പിടിക്കത്തില്ലേ? നിങ്ങൾ ഒരേ വീഡിയോ വരുമ്പോൾ മാത്രമാണോ എനിക്ക് സപ്പോർട്ട് തരുന്നത്? അങ്ങനെ സപ്പോർട്ട് തന്നിട്ട് ആരും നിൽക്കണ്ട. മനസാക്ഷിയുള്ള മനുഷ്യത്വമുള്ള ആൾക്കാർ മാത്രം നിന്നാൽ മതി. അത് ഹിന്ദുക്കളായാലും മുസ്ലിമുകളായാലും മനുഷ്യത്വമുണ്ടോ അങ്ങനെ നിന്നാൽ മതി. അല്ലാതെ ജാതിക്കും മതത്തിനും ഈ വർഗീയതയ്ക്കും വേണ്ടി മാത്രം നിൽക്കേണ്ട കാര്യമില്ല കേട്ടോ. കേസ് പേടിച്ചിട്ടൊന്നുമല്ല, ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്, കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ പേടിക്കുന്ന എന്തിനാ? നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ എന്ത് തെറ്റാണ് ചെയ്തത്? നമ്മുടെ പുറകെ വന്ന് നടന്നിട്ട് ശല്യം ചെയ്യുക. നമുക്ക് വേണ്ടാത്ത സംഭവം വിട്ടിട്ട് പോകുന്ന കഴിഞ്ഞാൽ ഈ വേണ്ടാത്ത സംഭവം നമുക്ക് വിട്ടിട്ട് പോകുന്ന കഴിഞ്ഞാൽ പിന്നെ എന്തിനാ അവർക്കിടെ പുറകെ പോയി ശല്യം ചെയ്യുന്നത്? അതാണ് എൻ്റെ ചോദ്യം. അതിനുത്തരം പറ നിങ്ങൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ നമ്മൾ പിരിഞ്ഞു പോകുന്ന ഒരു ഗ്രൂപ്പ്, പിന്നെ ഈ ഗ്രൂപ്പിലെ ആൾക്കാർ വന്നിട്ട് തൊപ്പിച്ചേച്ചി എൻ്റെ പേര് വരെ ഇന്നലെ പറഞ്ഞിട്ടാണ് ഇന്നലെ വീഡിയോ ചെയ്തേക്കണത്. ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് പേര് മാറ്റി. ഇന്ന് പേര് വിളിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇന്ന് എൻ്റെ പേര് വിളിക്കാത്തത്? എനിക്ക് വേണ്ട വീഡിയോകളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ പേര് വിളിച്ച് സംസാരിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പേര് വിളിക്കുന്നില്ലല്ലോ. ഇന്ന് എന്നെ തൊപ്പി മാമിയാക്കി. ഞാനാണ് മാമിന്ന് പേരിട്ട് വിളിച്ചത്. പിന്നെ എന്തിനാ എന്നെ വിളിക്കുന്നത്? അതാണ് മനസ്സിലാവാത്ത. ഒരു വല്ലാത്ത ജാതി അല്ല. പിന്നെ ഞാൻ ഇന്നേ വരെ ഇവർക്കിടെ പുറകെ പോയിട്ട് ഇവരെന്താ ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ട് ഞാൻ ഒരു പോസ്റ്റ് ഇടുമോ, ഞാൻ ഒരു ലൈവ് വരുമോ, ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് എൻ്റെ പുറകെ വരുന്നത്? ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് പോകുന്നെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് തിരിഞ്ഞ് ഇങ്ങനെ
എന്നെ തെരഞ്ഞു പിടിച്ചിട്ട് എൻ്റെ പുറകെ വന്നിട്ട് എന്നെ അതിൽ നിന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് നടക്കേണ്ട ഈ നാണം കെട്ട നാറിയ പണി കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നാണം കെട്ട ഈ നാറിയ പണി ചെയ്യണോ? അവനവൻ്റെ കാര്യം നോക്കി എവിടെയെങ്കിലും പോയിട്ട് ജീവിച്ചൂടെ? എന്തിനാ എൻ്റെ പുറകെ കിടക്കുന്നത്? അതുതന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. എനിക്ക് വേണ്ട. നമുക്ക് ഈ ഒരു ട്രാവലിങ്ങിൻ്റെ ഒരു കാര്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഈ യൂട്യൂബ് വീഡിയോ ഷെയർ ചെയ്യോ അതൊന്ന് റീച്ചാക്കോ എന്ന് ചോദിച്ചത്. അപ്പോൾ അത് നിങ്ങൾ തന്നെ എനിക്ക് പാര വെച്ചു. എൻ്റെ വീഡിയോകൾ ഈ കമ്മ്യൂണിറ്റി ടാബിൽ നിന്ന് പോയപ്പോൾ തന്നെ എനിക്കിവിടെ കത്തി സംഭവം എന്താണെന്ന് അത് ചെയ്യിപ്പിച്ചതാണ്. അപ്പം ഇതുപോലുള്ള കുത്തിത്തിരിപ്പുകൾ കുടുംബത്തിൽ നിൽക്കുന്ന ആൾക്കാർക്കെതിരെ ഉണ്ടാക്കുമ്പോൾ ആ കുടുംബം കലക്കി പരുന്തിന് കൊടുക്കുന്ന സ്ത്രീയല്ലേ എന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കുന്നത്. വെറുതെ ആണോ അവർക്ക് കുടുംബം ഇല്ലാതായി പോയത്? അതും കൂടി ഒന്ന് പറ. നമ്മൾ കുടുംബത്തിലെ ആയാലും ഗ്രൂപ്പിലെ ആയാലും ഈ ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ് ഒരു സ്ത്രീക്ക് ഇല്ലെങ്കിൽ കോളം കലങ്ങും. കംപ്ലീറ്റ് കലക്കി പരുന്തിന് കൊടുത്ത് മീൻ പിടിക്കും അവിടെ. അത് തന്നെയാണ് അവിടെ നടന്നേക്കണത്. എനിക്ക് അങ്ങനത്തെ ഒരാളുടെ ആവശ്യമില്ല. എൻ്റെ വീഡിയോകൾ ഇനി നമ്മളൊന്ന് തീരുമാനിച്ച് നമ്മൾ പിന്തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പുറകെ വരാതിരിക്കുക. എൻ്റെ വീഡിയോകൾ റീച്ച് ഉണ്ടാവുമോ ഇല്ലാതിരിക്കുമോ, ഇനി ഞാൻ വീഡിയോ ഇടാതിരിക്കുക, അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. ഞാനിനി എവിടെ പോകണം, എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് എൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഇഷ്ടങ്ങൾ പറയുമ്പോൾ എൻ്റെ ഈ ഫോളോവേഴ്സ് വന്നിട്ട് ഈ വീഡിയോസും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും കൂടി കൂട്ടി കുഴയ്ക്കണത് നല്ല സ്വഭാവമല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ലസിത എത്ര തന്നു, എത്രയെങ്കിലും തന്നോട്ടെ, അതിപ്പോൾ മറ്റുള്ളവരോട് പറയേണ്ട കാര്യമില്ലല്ലോ. അതാണ് എൻ്റെ മറുപടി. പറ്റില്ലെങ്കിൽ പോണം ഹേ, അല്ലാതെ ലസിത എത്ര തന്നു. ലസിതയ്ക്ക് തന്നെ ജീവിക്കാൻ അവൾ ഈ കിട്ടുന്ന പൈസയുള്ളൂ യൂട്യൂബിൽ നിന്ന് തന്നെ, അതെടുത്ത് എനിക്ക് തരാൻ പോവുകയാണോ? പിന്നെ ലസിത എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുന്നില്ല, ഞങ്ങളല്ലേ ഷെയർ ചെയ്തത് എന്നും പറഞ്ഞിട്ട് കുറേ ചടന്നുണ്ട്. ലസിതയും നിങ്ങളൊന്നും ഷെയർ ചെയ്തിട്ടല്ലല്ലോ ഞാനിവിടം വരെ എത്തിയത്. അത് നിങ്ങളെന്താ മനസ്സിലാക്കാത്തത്? നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് എത്ര മാസമായി, ഞാൻ നിങ്ങളെ പരിചയപ്പെട്ടിട്ട് എത്ര മാസമായി, അത് നിങ്ങൾ ചിന്തിക്കുക. അതിന് മുമ്പ് ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ ഞാൻ ചെയ്യും. എൻ്റെ പുറകെ വരൽ നിർത്തിക്കോ. വിഷയങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടാണോ എൻ്റെ പുറകെ വരുന്നത്? വിഷയങ്ങളില്ലാഞ്ഞിട്ടല്ലേ? ഗ്രൂപ്പിൽ നിന്നായാലും എവിടെ നിന്നായാലും പിരിഞ്ഞു പോകുന്ന അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന ഒരാൾക്കുടെ പുറകെ എന്തിനാ തേടി പിടിച്ച് ചെല്ലണത്? അതൊന്ന് മനസ്സിലാക്കി. ഞാൻ കേസ് കൊടുത്തത് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് പോസ്റ്ററുകൾ വന്നതുകൊണ്ട് ഞാൻ കേസ് കൊടുത്തു. അവ കൊടുത്തപ്പോൾ ആ പോസ്റ്ററുകൾ പിൻവലിച്ചിട്ട് ഓടിയത് ഞാനല്ല. ആ പോസ്റ്ററുകൾ എൻ്റെ അടുത്തുണ്ട്. അത് പിൻവലിച്ചത് ഞാനല്ല, നിങ്ങൾ തന്നെയാണ്. ഞാൻ കേസ് കൊടുത്തു, വനിതാ സെല്ലിൽ ഞാൻ കേസ് കൊടുത്തു. ഇനിയും ഞാൻ കമ്മീഷണർക്ക് കേസ് കൊടുക്കും. കാരണം എന്നെ 2 ദിവസമായിട്ട് എന്നെ വ്യക്തിപരമായിട്ട് മറ്റേത് ഒരു ചാറ്റിൻ്റെ പേരിലായിരുന്നു സംഭവം. ഈ ചാറ്റിൻ്റെ പേരിൽ എന്നെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞാൻ കേസ് കൊടുത്തു. ഈ കേസ് കൊടുത്ത കാര്യങ്ങൾ വന്നിട്ട് ഈ FP ഇവരെ പോലെ വന്നിരുന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറയേണ്ട ഒരു കാര്യമൊന്നും എനിക്കില്ല. ഇപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മറുപടി പറയണം എന്ന് തോന്നുമ്പോൾ ഞാൻ വന്നിരുന്നു പറയും. ഇന്ന് എനിക്കിത് പറയണം എന്ന് തോന്നി, ഞാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്ന ആളല്ല. പക്ഷെ കുറേയൊക്കെ നമ്മളിങ്ങനെ അടക്കി പിടിച്ച് കൊണ്ടെടുക്കുമ്പോൾ ഇവരിട്ട് ഇങ്ങനെ ഈ മിണ്ടാത്ത ആൾക്കാർക്കിടെ വായിൽ കോലിട്ട് കുത്തുന്നൊരു സ്വഭാവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചില തെറ്റുകൾ വരുമ്പോഴാണ് ഇതും പൊക്കി പിടിച്ചിട്ട് വലിയ കാര്യമായിട്ട് വരുന്നത്. അപ്പോൾ ഈ മിണ്ടാതിരിക്കുന്ന ആൾക്കാർക്കിടെ വായിൽ കോലിട്ട് കുത്തി മിണ്ടിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം വിഷയങ്ങളില്ലാണ്ടാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം എൻ്റെ നേരെ ഇനി കോലിട്ട് കുത്താൻ വരാൻ പറ്റൂല. ഞാൻ അതിനുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. അയൂബ് ഓക്കെ, പൊക്കോളൂ, നിങ്ങളെ വിട്ടു പോവില്ല, താങ്ക് യു. അങ്ങനെ പറയുന്നവരോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. കാരണം എന്താണെന്നറിയോ, നമ്മളെ വിശ്വസിച്ചിട്ട് നമ്മുടെ വീഡിയോസിന് വേണ്ടിയിട്ടല്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചിട്ട് നമ്മളോടൊപ്പം എല്ലാ വീഡിയോയ്ക്കും ഇന്നേ വരെയുള്ള ഈ പ്രശ്നങ്ങൾക്ക് വരെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നമുക്ക് തരുന്നത് കട്ട സപ്പോർട്ടാണ്. അപ്പം അങ്ങനെയുള്ളവരോട് നമുക്ക് ഭയങ്കര സ്നേഹമാണ്. നിങ്ങൾക്ക് നാളെ ആവശ്യങ്ങൾക്ക് മാത്രം വേണ്ടി കാര്യം കാണാൻ വരുന്ന ആളല്ല ഞാൻ. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഈ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ
നിങ്ങൾ നോക്കിക്കോ, അവരവർക്കിടെ പാട്ടിന് പോകും. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടാണ് എനിക്കിന്ന് ഈ പഴി കേൾക്കേണ്ട അവസ്ഥ വന്നത്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഈ വനിതാ സെല്ലിൽ ചെന്നപ്പോൾ അവിടെ ഇരിക്കണ മാഡം പറഞ്ഞ് തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണല്ലോ പരാതി. അപ്പോൾ ആ മാഡത്തിനെ ഞാൻ കാണുന്നുണ്ട് എന്തായാലും. അപ്പം ഇങ്ങനത്തെ ആരോപണങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും അവരും കൂടി അറിയണം. പിന്നെ സൈബർ സെല്ലിൻ്റെ അവിടെ നിന്ന് പോലീസുകാരൻ വിളിച്ചപ്പോൾ ആരോ ഒരാളെ കൊണ്ട് ഞാൻ വിളിപ്പിച്ചു, റോട്ടിൽ നിൽക്കുന്ന ഒരാളെ കൊണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് സൈബറിൻ്റെ ആൾക്കാരാണോ, കേരള സൈബർ പോലീസാണോ വിളിച്ചത് എന്നുകൂടി തെളിയിക്കേണ്ട ഒരു കടമ എനിക്കുണ്ട്. പിന്നെ ഈ തൃശ്ശൂർ വനിതാ സെല്ലിൽ നിന്നാണ് ആ മാഡം സംസാരിച്ചത്. അന്ന് അവിടെ പറഞ്ഞ വാക്കുകൾ ഇവർ വിചാരിച്ചു ഇവരെന്താ മാറ്റിയെടുക്കാൻ. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം കണ്ടെടുത്തോളം ഇല്ല. എൻ്റെ പൊന്നാരേ വേണ്ട, ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. എൻ്റെ പൊന്നാര ചെങ്ങാതിമാർ നമുക്ക് വേണ്ട, നമ്മുടെ പുറകെ നടന്നിട്ടാണല്ലോ ശല്യം ചെയ്യണത്. അതുകൊണ്ടല്ലേ ഇന്ന് ഇത്ര സംസാരിക്കേണ്ടി വന്നത്. നീ പറയുന്നത് വിശ്വസിക്കുക, എന്നെ കൂടെ കൂട്ടുമോന്ന്. കൂടെ കൂട്ടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് വരിക, നമ്മൾ അത്രയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇന്നേ വരെ നിങ്ങൾ എൻ്റെ ഒരു ചാറ്റാണെന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ഒരു മോശം കാര്യങ്ങൾ എടുത്തുകൊണ്ട് വരാം. നല്ല രീതിയിലല്ലേ ഞാൻ എത്ര ആൾക്കാരോട് ഞാൻ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എന്നെപ്പറ്റി ഒരു മോശം സ്ത്രീയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാറ്റ് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? അതൊന്ന് നിങ്ങൾ പറ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളൂ. അതെടുത്തിട്ട് വലിയ എന്തോ ഒരു വിപ്ലവമാക്കിയിട്ട് എന്നെ ഇപ്പം അങ്ങോട്ട് ഉണ്ടാക്കുമെന്നും പറഞ്ഞ് വന്നപ്പോൾ എനിക്ക് വേറെ നിവർത്തിയില്ല. കാരണം ഈ എൻ്റെ മുന്നിലുള്ള വഴി നിയമമാണ്. നമ്മൾ പരസ്യമായിട്ട് വെല്ലുവിളിക്കാനും പോയിട്ടില്ല. FBയിൽ വന്നിരുന്നിട്ട് ഇതുപോലത്തെ ഈ കൂതറ സംസാരം നമ്മൾ ഇന്നേ വരെ സംസാരിച്ചിട്ടില്ല. എന്നിട്ട് എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് എൻ്റെ പുറകെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ പറയും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ലൈവ് കുറേ നേരമായി, ഞാൻ നിർത്തുകയാണ്. നീലക്കുള്ളൊന്നും പറയാനില്ല. നമ്മൾ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് തന്നെ പോകും. കാരണം എനിക്ക് എൻ്റെ ഭാഗത്ത് ഉള്ള ശരികളുണ്ട് കുറേ. അപ്പോൾ അത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ അതെനിക്ക് തെളിയിക്കണം. അപ്പോൾ ഞാൻ പോലീസിൽ പോകണു, പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്ത് വീടെടുത്ത് താമസിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷൻ തുടങ്ങുക, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ഇഷ്ടം പോലെ പോലീസ് സ്റ്റേഷനുണ്ട്. പിന്നെ ലസിതയുടെ കാര്യത്തിൽ ഞാൻ പോസ്റ്റ് ഇട്ട് പോയി. ആ ഒരു ആരോപണം ചെറിയ നിസാര സംഭവങ്ങൾ എടുത്തിട്ടാണ് ലസിത എൻ്റെ ഫേസ് കണ്ടിട്ട് ഇതാണോ നല്ലത് എന്ന് പറഞ്ഞ് കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ. എനിക്ക് അതിലൊരു വിഷമം എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല. കാരണം സൗന്ദര്യമുള്ള ആൾക്കാർ പറഞ്ഞോട്ടെ, സൗന്ദര്യം ഇല്ലാത്ത എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്കതിൽ വിഷമവുമില്ല. എനിക്കതൊന്നും അത്ര വലിയ ഷെയ്മിങ് ആയിട്ട് തോന്നിയിട്ടുമില്ല. പക്ഷെ എന്നെ ഇപ്പം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഹരാസ്മെൻറ്റ്, ഈ വ്യക്തിഹത്യ ഉണ്ടല്ലോ, അതെന്നെ നല്ലോണം ബാധിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിൽ നിന്ന് പിന്മാറിപ്പോന്നിട്ടും വിടാതെ പിൻകൂടി ഇങ്ങനെ ചെകഞ്ഞ് നടക്കുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് തുടർന്ന് പോയേ പറ്റുള്ളൂ. അല്ലാണ്ട് എനിക്ക് യാതൊരു മാർഗവുമില്ല. എനിക്ക് നിൻ്റെ ക്യാരക്ടർ ഒരുപാട് ഇഷ്ടമായി. ഞാൻ ഇത് പറയണ്ടെന്ന് വെച്ചിട്ട് ഒതുങ്ങി മാറി പോകുമ്പോൾ എൻ്റെ പിന്നാലെ നടന്നിട്ട് ഈ മിണ്ടാത്തവൻ്റെ വായിൽ കോലിട്ട് കുത്തി മിണ്ടിപ്പിക്കുന്ന ഞാൻ എൻ്റെ എന്താണ് നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് കുറേ മുസ്ലിം സഹോദരങ്ങൾ വന്നിട്ട് ഇപ്പം എനിക്കെതിരെ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം അവർക്കൊക്കെ വേണ്ടത് ഞാൻ പറയുന്ന ആ ഒരു കാര്യങ്ങൾ മാത്രമാണ്. അപ്പം എനിക്കൊരു പേഴ്സണലി ഒരു കാര്യം വരുമ്പോൾ എനിക്ക് എൻ്റെ പേജിൽ നിന്ന് സംസാരിക്കണ്ടേ? അതവരെന്നെ കേൾക്കുന്നില്ല. അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ്? അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ആവശ്യമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയുള്ളവർ നമ്മുടെ കൂടെ നിൽക്കേണ്ട. കുറച്ച് മനുഷ്യത്വം, അവരെന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് കൂടെ നിൽക്കുക. അല്ലാണ്ട് ജാതിക്കും മതത്തിനും വർഗീയതയ്ക്കും രാഷ്ട്രീയത്തിനും വേണ്ടി മാത്രമായിരിക്കരുത് ഈ ഓൺ പോയിൻ്റ് എന്ന് പറയുന്ന ഈ പേജിൽ വരിക. ഞാൻ അവർക്ക് അനുകൂലമായിട്ട് തന്നെയാണ് ഇതുവരെ സംസാരിച്ചിട്ടുള്ളത്. എതിർത്ത് ഞാൻ ഇന്നേ വരെ സംസാരിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ആദ്യമായിട്ടൊരു വിഷയം വന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ട് പോയ കുറേ പേരുണ്ട്.
അത് നിങ്ങൾ മനസ്സിലാക്കണം. അതൊക്കെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയാണ്. തൊട്ടതിനും പിടിച്ചതിനും കേസ് കൊടുക്കുക അതൊന്നല്ല. നമുക്ക് നമ്മളെ വ്യക്തിഹത്യ ചെയ്തു, അതുകൊണ്ട് തന്നെയാണ്. അല്ലാണ്ട് തൊട്ടതിനും പിടിച്ചതിനൊന്നും ഇവിടെ ആരും കേസ് കൊടുക്കാനൊന്നും ഓടിയിട്ടൊന്നുമില്ല, അതൊന്നും കൊടുക്കത്തുമില്ല. അപ്പോൾ നിർത്തുവാണ്. ഇനി ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ ഇനി നിങ്ങളെ അറിയിക്കും. അപ്പം ഞാനും ഈ ഒരു സംഭവമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. അപ്പോൾ അന്ന് ഞാനവിടെ ഈ പുച്ഛിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ഈ മാമിനോട് എനിക്ക് പറയാനുള്ളത്, അന്ന് നമ്മൾ വനിതാ സെല്ലിലാണ് കൊടുത്തത്. അപ്പോൾ അന്ന് അവർ പറഞ്ഞതാണ് കമ്മീഷണർക്ക് കൈമാറാം. അപ്പം ഞാനാണ് പറഞ്ഞത് ഇനി എന്ത് ആവുമെന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് കമ്മീഷണർക്ക് കൊടുക്കാം എന്ന് അവരെന്നെ നിർബന്ധിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇത് കമ്മീഷണർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അത് കൊടുക്കാഞ്ഞത് എൻ്റെ തെറ്റായിപ്പോയി. കൊടുത്തിരുന്നെങ്കിൽ എനിക്കിന്ന് ഈ ഗതി വരില്ലായിരുന്നു. ഒരാളെ വ്യക്തിപരമായിട്ട് ഒന്നിനും വേണ്ടിയിട്ടല്ല, എൻ്റെ നേരെ വന്നിട്ടാണ് എന്നെ പിന്നാലെ നടന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എവിടെ പോകുന്നു, അതൊക്കെ ഇതിന് ഇവർ അന്വേഷിക്കുന്നത്. ഇവർക്കിടെ കാര്യം നോക്കിയിട്ട് ഇവർക്കിടെ ഇതിൽ ജീവിച്ചാൽ പോരെ, എൻ്റെ പിന്നാലെ നടക്കുന്ന എന്തിനാ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇനി എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരാമെന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ നമ്മളതിൻ്റെ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകും. ആരും പരിഭവം വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം എനിക്ക് വേറെ മാർഗ്ഗമില്ല. ഇങ്ങനെ എന്നെ വന്നിരുന്ന് വ്യക്തിഹത്യ ചെയ്യുമ്പോൾ എനിക്കിത് കൊടുക്കാതിരിക്കാൻ യാതൊരു വിധ നിവർത്തിയില്ല. സുഖമാണ്. അപ്പോൾ എൻ്റെ വിഷമം കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് വ്യക്തിപരമായിട്ട്. അപ്പോൾ അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു തെറ്റും ചെയ്യാത്തതിൻ്റെ പേരിൽ നല്ലത് പറഞ്ഞു കൊടുത്തിട്ട്, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് നമ്മളെന്തോ അവരെ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ട് അതൊന്നും നമുക്ക് ആവശ്യവുമില്ല. കാരണം സാധാരണ എൻ്റെ പോലും ഒരു പൊക്കോ, എൻ്റെ മുട്ടുകൈ കറുത്തതാണെന്നത് നിങ്ങൾ കാണും. എൻ്റെ മുട്ടുകൈ ഇത് കണ്ടോ, ഇവിടെ മുട്ടുകൈക്ക് എല്ലാവർക്കിടെയും കുറച്ച് കറുപ്പുണ്ടാവും. മുട്ടുകൈ കറുത്തതാണെന്ന്. അപ്പോൾ അവൻ്റെ മുട്ടുകൈയുടെ പോലും നിറമില്ലാത്ത ഒരാൾ, എൻ്റെ പോലും പൊക്കമില്ലാത്ത ഒരാൾ, അത് വളഞ്ഞിരിക്കുന്ന ഒരാളെ കണ്ടാലേ നിങ്ങൾക്കത് മനസ്സിലാവാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. നമ്മളൊന്നും അങ്ങനത്തെ എന്തെങ്കിലും നമ്മൾ ആ സ്നേഹമായിട്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും നമ്മൾ സെക്സ്പരമായിട്ടോ യാതൊരു കാര്യങ്ങളോ നമ്മൾ ആരോടും സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ധൈര്യപൂർവ്വം ഇവിടെ വന്നിരുന്നു പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ആളുകളെ നമുക്ക് ആവശ്യവുമില്ല. അപ്പോൾ എനിക്ക് വേണ്ട, ഇപ്പോഴും പറയാണ്. അപ്പോൾ എനിക്ക് വേണ്ട. നിങ്ങൾ നിങ്ങളുടെ പാട്ടിൽ പൊക്കോ, ആരും വരുന്നില്ലല്ലോ. അപ്പോൾ എന്നെ അന്വേഷിച്ച് വരാതിരിക്കുക, അതാണ് പറയാനുള്ളത്. കുറേ വൈകി, കുറേ കാര്യങ്ങൾ പറഞ്ഞു. 1 മണിക്കൂറിൻ്റെ അടുത്തായിന്ന് തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും നിർത്താൻ പോവാണ്. കുറേ കാര്യങ്ങൾ കലപിലാന്ന് സംസാരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ കേട്ടവർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ കുറച്ച് നാളായിട്ട് എൻ്റെ മനസ്സിൽ കൊണ്ടെടുക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ ചെയ്യാത്ത കാര്യത്തിന് വേണ്ടി വെറുതെ പഴി കേൾക്കുകയാണ്, ഒരാവശ്യവുമില്ലാതെ. നമ്മൾ തെറ്റ് ചെയ്തിട്ട് പഴി കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രസമുണ്ട്. ഒരു തെറ്റും ചെയ്യാതെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഇട്ട് ക്രൂശിക്കുക, നമ്മുടെ പുറകെ വരിക, നമ്മളെ ഹരാസ്മെൻറ്റ് ചെയ്യുക, നമ്മളെ വ്യക്തിഹത്യ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതിൻ്റെയൊക്കെ ഒരു നിയമ നടപടികളായിട്ട് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആരുടെയും മുഖം നോക്കാറില്ല. അതാണ്, അങ്ങനെ തന്നെയാണ് എല്ലാ പെൺകുട്ടികളും വേണ്ടത്, എല്ലാ സ്ത്രീകളും വേണ്ടത്. നമുക്കുടെ ജീവിതത്തിൽ പലരും നമുക്കുടെ ഇടയിലേക്ക് ബുദ്ധിമുട്ടായിട്ട് വന്ന് കയറുമ്പോൾ നമ്മൾ അത് നിയമപരമായിട്ട് തന്നെ നേരിടണം. അല്ലാതെ ഇവർ പറയുന്ന പോലെ അയ്യോ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ അങ്ങനെയൊന്നും നോക്കിയിരിക്കരുത്. നമ്മൾ അതിനെ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം ചെയ്ത് തീർക്കണം, അത്രേ ഉള്ളൂ. അപ്പം ഇതേപോലെ നിനക്കും വട്ടായോ ചേട്ടാ, ചെറിയൊരു ഖാലിദ്. അപ്പോൾ ചേട്ടാ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മളത് തീർക്കാനുള്ള
ഒരു ഇതിലാണ്. അപ്പോൾ നമ്മളത് അതിൻ്റെ നിയമ നടപടികളായിട്ട് പോകുമെന്ന് തന്നെയാണ് പറഞ്ഞത്. എന്തിനാണ് ചേട്ടാ ഭയക്കുന്നത്? നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കേസ് കൊടുത്ത് നമ്മുടെ നേരെ വരുന്ന കാര്യങ്ങൾ നമുക്ക് തീർത്തൂടെ? അതല്ലേ അതിൻ്റെ ഒരു അന്തസ്സ്. നമ്മളെന്തിനാണ് ഭയക്കുന്നത്? നമ്മുടെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരാൾ വിടാതെ പിൻകൂടിയിട്ട് ഇങ്ങനെ വന്നിരുന്നു പറയുന്നു എങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഇവർക്കെതിരെ പ്രതികരിച്ചുകൂടാ? അമൃത സുരേഷ് അത് തന്നെയല്ലേ ചെയ്തത്. അപ്പോൾ അവർ അത് ചെയ്തപ്പോൾ അതിൻ്റെ രീതിയിൽ കാര്യങ്ങൾ നടന്നു. ഇപ്പോൾ അവരെ പറ്റി ഒരക്ഷരം മിണ്ടില്ലല്ലോ. മുസ്ലിങ്ങളെ വലിച്ചഴിക്കേണ്ടായി. മുസ്ലിങ്ങൾ തന്നെയാണ് എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് നിലപാടില്ലാത്തവളാണെന്ന് പറയുന്നത്. ഇന്നേ വരെ ഞാൻ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ എന്നോട് പറയുമ്പോൾ എനിക്കും പറയാനുള്ള അവകാശമുണ്ട്. കാരണം നിങ്ങൾ എത്ര നാളും സപ്പോർട്ട് ചെയ്തത് ഞാനാണ്. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. പറ്റൂല്ലെങ്കിൽ നിങ്ങൾ പൊക്കോ, ഒരു കുഴപ്പമില്ല, അത്രേ പറഞ്ഞോളൂ. കോയക്കുട്ടി മുസ്ലിങ്ങളെ വലിച്ചഴിക്കേണ്ട. ഞാൻ ഇന്നേ വരെ ആരും വലിച്ചഴിച്ചിട്ടില്ല. മുസ്ലിങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ ഇനി ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. ഞാനൊരു ഹിന്ദുവാണ് എന്നിട്ട് കൂടി അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. എന്നെ മുസ്ലിമാണെന്ന് കരുതി തെറ്റിദ്ധരിച്ചിട്ട് കുറേ കമൻ്റ് ഇടുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ മുസ്ലിം അല്ല, ഞാനൊരു അസല ഹിന്ദുവാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സത്യസന്ധമായ കാര്യങ്ങൾ സംസാരിച്ചു എന്നൊരു തെറ്റുകൊണ്ടാണ് ഇന്ന് കുറേ മുസ്ലിം സഹോദരങ്ങൾ എന്നെ നിലപാടില്ലാത്തവൾ എന്ന് വിളിച്ചിട്ട് ഇതാക്കിയത്. അപ്പോൾ അതിൽ ചെറിയൊരു വിഷമം വന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. അല്ലാതെ ഞാൻ ഒന്നിനും വലിച്ചഴിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പോവാം, ഞാൻ ആരെയും നിർബന്ധിച്ച് നിർത്തൂല. എനിക്കങ്ങനെ നിർത്തേണ്ട ആവശ്യമില്ല. നമ്മളോട് നമ്മുടെ നിലപാടിന് നാളെയും ഇപ്പോൾ ഞാൻ ചാണകത്തിൽ വീണു, ഈ ലസിത എനിക്ക് കമൻ്റ് ഇട്ട് തുടങ്ങിയുള്ള സംശയമാണ്. ഞാൻ ചാണകത്തിൽ വീണു. ഇന്നലെയും കൂടി ഞാൻ ഈ ചാണകങ്ങളെ തിരിച്ചു പറഞ്ഞിട്ടുള്ള പോസ്റ്റാണ് ഇട്ടത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോധവും ബുദ്ധിയും ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ശരിക്കും എന്താണ് നിങ്ങളുടെ തലയ്ക്കുള്ളിൽ ഇരിക്കുന്നത്? എന്നിട്ട് വന്നിട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈ മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഒരു കാര്യം ഞാനൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം കണ്ടാൽ, അല്ലെങ്കിൽ ഒരു കാര്യം കേട്ടാൽ നമ്മളോട് ഒരാൾ പെരുമാറുന്നത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ. ഇപ്പം ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് നല്ല 8ൻ്റെ പണിയാണ്. അതുകൊണ്ട് പിരിഞ്ഞു പോകുന്നു. അതിലിപ്പോൾ ആരും വിഷമിച്ചിട്ട് ഒരു കാര്യവുമില്ല. അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് തല്ലി തകർക്കാണ്ട് എന്തേ ഗ്രൂപ്പിൻ്റെ അകത്ത് കുറേ ചാറ്റ് നടന്നപ്പോൾ എന്തേ പ്രതികരിച്ചില്ല? മാറി നിന്നിട്ട് ആണല്ലോ എല്ലാവരും പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്തത്. അപ്പോൾ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അപ്പോൾ നമുക്ക് പറ്റാത്ത കാര്യങ്ങളോട് നമ്മൾ പിന്നെ എന്ത് കാര്യമായാലും ഒരു വ്യക്തിക്കെതിരെ ഒരുപാട് ഹരാസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എനിക്കതിൽ ഞാൻ യോജിക്കില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലസിതനെ കുറച്ചുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. എന്തൊക്കെയോ ചെയ്യുന്നു. ഞാനിപ്പോൾ ഏറ്റവും വൈകിയാണ് ആ ഗ്രൂപ്പിൽ എത്തിച്ചേർന്നത്. അതിന് മുമ്പ് ഒരു 3 പേരുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഞാൻ ഏറ്റവും ലാസ്റ്റ് എത്തിച്ചേർന്ന വ്യക്തിയാണ്. അപ്പോൾ അധികം താമസിയാണ്ട് ഞാൻ പോരുകയും ചെയ്തു. ഒരാഴ്ച കൊണ്ട് ഞാൻ പോരുകയും ചെയ്തു. അപ്പോൾ ഈ ലസിതയ്ക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ അവിടെ പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. നമ്മൾ കുറേ ഇങ്ങനെ കഴിയുമ്പോൾ നമുക്കങ്ങനെ ആ വ്യക്തിപരമായിട്ട് ഞാൻ ഇപ്പോഴും പറയുകയാണ്, ആരോടാണെങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങളും നിലപാടൊക്കെ ഉണ്ടെങ്കിലും ഇത് വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനോട് യോജിക്കില്ല. കാരണം ഒരു വ്യക്തിയെ തരിപ്പണമാക്കുക അങ്ങനത്തെ സംഭവങ്ങളോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മളിവിടെ ഇരുന്നിട്ട് നമ്മൾ പറയുന്നു, അതല്ലാതെ ഇത് മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഉൾവലിയും. അപ്പം അതും ഒരു കാരണമാണ്. ഓക്കെ, എന്നാൽ ചായയൊക്കെ കുടിച്ചു. ഞാൻ കട്ടൻ ചായയും പിന്നെ കപ്പയും ബീഫ് കറിയും കഴിച്ചു. ഉച്ചയ്ക്ക് ബീഫ് കറി ഉണ്ടായിരുന്നു, പപ്പടം, തൈര്, അച്ചാർ, ക്യാബേജ് തോരൻ, അങ്ങനെ കറികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നല്ല അടിപൊളി ഊണൊക്കെ കഴിഞ്ഞു. പിന്നെ ചായ, ഇതുപോലെ ബീഫ് കറിയും കപ്പ ഉണ്ടായിരുന്നു. അതായത് ഈ ബീഫ് കറിയുടെ മേളിൽ കപ്പ ഇങ്ങനെ 2ആക്കി കീറി ഇട്ടിട്ട് ബീഫ് വേവിക്കുന്നതിനോടൊപ്പം ഈ കപ്പയും വെന്തൂരും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഇതിൽ പിടിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെയ്യാറുണ്ട്. ബീഫ് വാങ്ങിക്കുമ്പോൾ കപ്പ വാങ്ങിച്ചിട്ടാണ് ചെയ്യാറുണ്ട്. അപ്പോൾ അതും കട്ടൻ ചായയൊക്കെ കുടിച്ചു, അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഈ ചിലജില
ഇങ്ങനെ ചലിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് മറ്റു വിഷയങ്ങളിൽ ലൈവിൽ ഇങ്ങനെ വന്നിരുന്ന് പറയാൻ സാധിക്കണേ ദൈവമേ എന്ന് തന്നെയാണ് എനിക്ക് ആഗ്രഹം. പിന്നെ എന്താണ്, അപ്പം ഇനി ചാണകമാണ് ഇപ്പോൾ വിഷയം. മിക്കവാറും ഇനി എന്നെ എന്തൊക്കെയോ പറയുന്നു. പിന്നെ നമ്മുടെ ജെറുസലേം വന്നിട്ടുണ്ട്. അവൾ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരാം. അപ്പോൾ ആദ്യം ഈ ഒരു പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ആക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. റീച്ചും കമൻറ്റും കുറഞ്ഞെന്ന് ഓർത്തിട്ട് നമുക്ക് ഷെയറും. നിനക്ക് റീച്ചുണ്ടോ? നിനക്ക് കമൻറ്റ് ഇപ്പോൾ കുറഞ്ഞില്ലേ? ഇത് തന്നെയാണ് ലസിതേനോടും ചോദിച്ചത്. ഈ ലസിതയുടെ റീച്ചും കമൻറ്റും ഇതിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ? അപ്പം ഇല്ല. അതുകൊണ്ടാണ് ഒരു കുടുംബം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്നും ചെയ്യത്തില്ല. ഈ അന്യരിക്കടെ റീച്ച് കുറയ്ക്കുക, അന്യരിക്കടെ വ്യൂസ് കുറയ്ക്കുക, അന്യരിക്കടെ ഷെയർ കുറയ്ക്കുക. അവരെന്താ ചെയ്യണേ? അവരെങ്ങോട്ട് പോകുന്നു, അവരെന്ത് പറയുന്നു എന്ന് നോക്കി നടക്കുക. നിർത്തിപ്പോയിക്കൂടെ? നന്നായിക്കൂടെ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നന്നാവാനൊന്ന് ശ്രമിക്കുക. ഞാൻ കൂതറയാണ് എന്ന് പറയുന്നത് സ്വയം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അത്ര വലിയ അന്തസ്സാണോ? നല്ല ഒരു സ്ത്രീകളായിട്ട് ജീവിക്കാൻ നോക്കുക. കുറച്ചൊക്കെ നല്ലത് പറ, അപ്പോൾ ആൾക്കാർ ഇഷ്ടപ്പെടും. അത്രേ പറയാനുള്ളൂ. ബീഫ് എന്ന് ലസിത കേൾക്കണ്ട. എന്താ ലസിത കേട്ടാ ലസിത എന്നെ പിടിച്ച് വിഴുങ്ങോ? അവൾക്ക് വേണമെങ്കിൽ ഞാൻ അവളോടും പറയുന്നു, എടി ലസിത നീ വേണമെങ്കിൽ ബീഫ് കഴിച്ചോടി, നല്ല അടിപൊളി കറിയാണ്. ചിക്കനൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ, എനിക്ക് ബീഫ് തന്നെയാണ് ഇഷ്ടം. എന്താ ടേസ്റ്റ്, അടിപൊളിയാണ് ബീഫ്. അനി എന്നെ നല്ലൊരു ഫ്രണ്ടായി കൂട്ടുമോ? ഇതിൽ തന്നെ എല്ലാവരും നല്ല ഫ്രണ്ടുകൾ തന്നെയാണ്. പക്ഷെ ഞാൻ സ്പെഷ്യലി ആരെയും അങ്ങനെ ഒരു ഇതായിട്ട് കൂട്ടത്തില്ല. എല്ലാവരോടും നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ ഇടപെടുന്നത്. ആവശ്യമില്ലാത്ത ഈ ഒരു കാര്യം, എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം വന്നു ഞാനൊരു വിഷമം പറഞ്ഞപ്പോൾ എന്നെ ഇതാക്കിയിട്ട് പോയ ആൾക്കാരാണ് ഉള്ളത്. കുഴപ്പമില്ല, പൊക്കോട്ടെ. ആരാ ഹണി? എനിക്കറിയത്തില്ല ഹണി ആരാണെന്ന്. ഹണി ആരാന്ന് അന്വേഷിച്ചെടുക്കലല്ല എൻ്റെ പണി. ഹണി റോസ് ഉണ്ട്, ആ ഹണിയാണോ? എനിക്കറിയത്തില്ല ഹണി. ഓക്കെ, അപ്പം ഞാൻ നിർത്തുകയാണേ. അപ്പം ബീഫ് കറി അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ലസിത പലക്കിൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ശരി എന്നാൽ ഓക്കെ. കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ചറപറ കലബില എന്ന് എന്തൊക്കെയോ പറഞ്ഞു.